പ്രേരണയാ ഏവ, അങ്ങയുടെ പ്രേരണ കൊണ്ടാണ് എല്ലാം നടക്കുന്നതെന്ന് പറയാണ്. സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. പട്ടതിരി പല പ്രാവശ്യം ഇങ്ങനെ പറയും. അതായത് ഇവിടെ എന്ത് നടക്കുന്നതും ഗുരുവായൂരപ്പന്റെ പ്രേരണ കൊണ്ടാണ്, നമുക്കെല്ലാം നമ്മളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു ഭാവമുണ്ട് അല്ലേ. അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ എന്ന് ഗീത പറയുന്നുണ്ടല്ലോ. അതായത് അഹങ്കാരം കൊണ്ട് മൂഢാത്മാവായിട്ടിരിക്കുന്ന ഒരാള് ആ കർത്തൃഭാവം വിടത്തില്ല. പക്ഷേ ഒരു യഥാർത്ഥ ഭക്തൻ അറിയാം, എല്ലാം ഭവത് പ്രേരണയൈവ ഭൂമൻ, എല്ലാം ഭഗവാന്റെ പ്രേരണയാണ്. അങ്ങനെ ഭഗവാന്റെ പ്രേരണയായിട്ടൊരു കാര്യം ഇവിടെ നടന്നതായിട്ട് പറയാണ്. ഭവദ്ദിദർക്ഷോൻ ഭവനം വിവിക്ഷോൻ. ഭവദ്ദിദർക്ഷോൻ വെച്ചാൽ അങ്ങയൊന്ന് കാണുന്നതിന് വേണ്ടി, ഭവദ്ദിദർക്ഷോൻ ഭവനം വിവിക്ഷോൻ. അങ്ങനെ ആ ഭവനത്തിൽ, ഇവിടെ ഭവനം എന്ന് പറയുന്നത് വൈകുണ്ഠം, ആ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുന്നവരായിട്ട്, അതാണ് ഭവദ്ദിദർക്ഷോൻ ഭവനം വിവിക്ഷോൻ. ദ്വാസ്തൗ ജയസ്ഥാൻ വിജയോപ്യരുന്ധാം. അവിടെ അങ്ങോട്ട് കടന്നപ്പോൾ, ആ ഏഴാമത്തെ മതില് കടന്നപ്പോൾ ദോസ്തൗ, ദോസ്തവ് എന്ന് വെച്ചാൽ ദോരത്തിൽ സ്ഥിതി ചെയ്യുന്നവർ, ദോരപാലകന്മാർ എന്നുള്ള അർത്ഥമാണ് ദോസ്തവ്. രണ്ട് വ്യക്തി വെച്ച് രണ്ട് ദ്വാരപാലകന്മാർ. ഒരു വാതിലിന് രണ്ട് സൈഡുണ്ടല്ലോ, ആ രണ്ട് സൈഡിലും ആരൊക്കെയാണ്? ജയൻ വിജയൻ, രണ്ടുപേരെ ഭഗവാൻ നിർത്തിയിട്ടുണ്ട്. അതായത് ആ വാതിലും കൂടെ കടന്നു വരണമെങ്കിൽ ഇവരുടെ ഒരു നോട്ടം വേണം. അതിനായിട്ടാണ് രണ്ടുപേരവിടെ ജയനും വിജയനും. അതാണ് ദ്വാസ്തൗ ജയസ്താൻ വിജയോപ്യരും താൻ എന്ന് വെച്ചാൽ ആ സനകാദികളെ അരുന്ധാം തടഞ്ഞു. ഇവര് അങ്ങോട്ട് ഈ നൈഷ്ഠിക ബ്രഹ്മചാരികളായിരിക്കുന്ന അവര് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഈ ജയവിജയന്മാര് തടഞ്ഞു എന്ന് പറയാണ്. ദോസ്തവും രണ്ട് ദ്വാരപാലകന്മാരായിരിക്കുന്ന ജയൻ, അതാണ് ജയ വിജയൻ, ഇവരാണ് തടഞ്ഞത്. ഭവദ്ദിദർക്ഷോൻ, അങ്ങയെ കാണുന്നതിന് വേണ്ടി, ഭവനം വിവിക്ഷോൻ, ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നവരായ, പ്രവേശിച്ചപ്പോൾ അതാൻ, അവരെ, അങ്ങനെ പ്രവേശിക്കുന്നവരായ അവരെ, ദോസ്തവും രണ്ട് ദ്വാരപാലകന്മാർ, ആരൊക്കെയാണ് അവര്? ജയൻ വിജയൻ, അരുന്ധാം തടഞ്ഞു എന്ന് പറയാണ് ഈ സനകാദികളെ. തേഷാം ചിത്തേ പദമാപകോപ, അങ്ങനെ അവരെ ആരും ഇതുവരെ തടഞ്ഞിട്ടില്ല ഇല്ലേ. അങ്ങനെയുള്ള ഒരു ആൾക്കാരാണല്ലോ ഈ സനകാദികൾ. അതറിയാതെയാണ് ഈ ദ്വാരപാലകന്മാർ അവരെ തടഞ്ഞത്. അതാണ് തേഷാം ചിത്തേ പദമാപകോപ. കോപം, പദം, ആ കോപത്തിന് സ്ഥാനം കിട്ടി എന്നാ പറയുന്നത്. ആപ ലഭിച്ചു എന്ന് വെച്ചാൽ കോപിച്ചു. ഈ സനകാദികൾ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് തങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു പ്രവൃത്തിയാണിത്, തങ്ങളെ തടയുക എന്നുള്ളത്. അതും വൈകുണ്ഠത്തിൽ വെച്ച്. ഭഗവാന്റെ സന്നിധി എന്ന് പറഞ്ഞാൽ വൈകുണ്ഠമാണ്. അതായത് ഒരു തടസ്സവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് തങ്ങളെ തടഞ്ഞതിൽ അവർക്ക് കോപമുണ്ടായി. അതാണ് തേഷാം ച ചിത്തേ. ചിത്തെന്ന് വെച്ചാൽ മനസ്സിൽ, അവരുടെ മനസ്സിൽ കോപത്തിന് പദം വന്നു എന്ന് വെച്ചാൽ കോപിച്ചു, കോപത്തിന് സ്ഥാനമുണ്ടായി അവരുടെ മനസ്സിൽ എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. ചിത്തേ പദമാപ കോപ എന്ന് വെച്ചാൽ അവര് കോപിച്ചു എന്ന് പറയുകയാണ്. ആരോടെ? ഈ പറഞ്ഞ രണ്ട് ദ്വാരപാലകരോട്. സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. നമ്മളിതിൻ്റെ ഒരു യുക്തിയൊന്നും ആലോചിക്കേണ്ട. അവര് രണ്ടുപേരും അവരവരുടേതായ ന്യായങ്ങളുണ്ട് അല്ലേ. അതായത് ദ്വാരപാലകന്മാരായിട്ട് അവരെ നിർത്തിയിരിക്കുമ്പോൾ അവരുടെ ജോലി ചെയ്യണമല്ലോ. അതുകൊണ്ട് അവർ ചെയ്തത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവര് ആരാലും പെടേണ്ടാത്തവരുമാണ്, അവരെ ആർക്കും തടയാനും പറ്റാത്തവരുമാണ്. പക്ഷെ ഇത് രണ്ട് രീതിയിലും ഏതാണ് ന്യായമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പറയുന്നത് സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. എല്ലാം ഭഗവാന്റെ ആ പ്രേരണ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഭവത് പ്രേരണയാ ഏവ, പ്രേരണ കൊണ്ട് തന്നെയാണ് ഇവിടെ നടക്കുന്നതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ യുക്തി വിചാരത്തിലേക്ക് പോകണ്ട. ഏതായാലും ഈ ഇവർക്ക് കുറച്ചൊരു അഹന്ത അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. കാരണം അല്ലെങ്കിൽ അവർ അങ്ങനെ കയറി, ഇപ്പം ദ്വാരപാലകന്മാരാണെങ്കിലും അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഓരോരുത്തരുമായിട്ട് പ്രവർത്തിക്കാൻ. ഇവരെ ഇങ്ങനെ ഗതയൊക്കെ വെച്ച് തടയുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് അവർക്ക് ഇവരോട് കോപമുണ്ടായി. ഇതുപോലൊരു സംഭവം നമുക്ക് നേരത്തെ ഉണ്ടല്ലോ. അതായത് ഗണപതിയും സുബ്രഹ്മണ്യനും കൈലാസത്തിന്റെ വാതിലിൽ നിന്നപ്പോൾ പരശുരാമൻ വന്ന ഒരു രംഗം ഉണ്ടല്ലോ. പരശുരാമൻ ഇതുപോലെയാണ്. പരമശിവന്റെ യഥാർത്ഥ ഭക്തനാണ് പരമശിവൻ, അല്ല ഭാർഗവരാമൻ, പരശുരാമൻ. അങ്ങനെ പരശുരാമൻ ആ ഒരു ബലത്തിൽ അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് ഈ ഗണപതിയും സുബ്രഹ്മണ്യനും കൂടെ തടഞ്ഞു. അവർ പറയുകയാണ്, എന്ത് ഇത്ര വെമ്പലിക തെല്ലിട നിൽക്ക,
താതനന്തപുരേ കിമപി വിശ്രമമേൽക്കയത്രേ എന്ന് പറഞ്ഞാണ് അവർ തടഞ്ഞത്. എന്താണ് ഇത്ര വെമ്പല്? അച്ഛൻ അവിടെ വിശ്രമം ഏൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പരശുരാൻ പറയാണ്, എല്ലാ ഇപ്പോഴും പ്രണത ശിഷ്യനുദേശികങ്കൽ ചെല്ലാം സ്ഥലം സമയമെന്നിവ നോക്കിടേണ്ട. അത് പരശുരാമന്റെ ന്യായമാണ്. ദേശീയൻ എന്ന് വെച്ചാൽ ഗുരു. ഒരു ഗുരുസന്നിധിയിൽ ഒരു ഉത്തമ ശിഷ്യൻ എപ്പോഴും ചെല്ലാം, അതിന് സ്ഥലവും സമയവും ഒന്നും നോക്കണ്ട. പക്ഷേ അത് മറ്റൊരു സമ്മതിച്ചില്ലല്ലോ. ഗണപതി കയറി പിടിച്ചു, അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ബഹളമായിട്ടാണല്ലോ ഗണപതിയുടെ ഒരു കൊമ്പ് ഒടിഞ്ഞതായിട്ടൊക്കെയുള്ള കഥ. അതുപോലെ സമാനമായ ഒരു കഥയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. തേഷാം ചിത്തേ പദമാപകോപ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. അവരുടെ ഉള്ളിൽ കോപം ജ്വലിച്ചു. ഇതെല്ലാം ഭഗവാന്റെ പ്രേരണയാണെന്ന് നമുക്ക് കരുതാം. ഇതാണ് ഭവദ്ദിദർക്ഷോൻ ഭവനം വിവിക്ഷോൻ ദ്വാസ്തൗ ജയസ്താൻ വിജയോപ്യരുന്ധാം. താൻ നിരുന്ധാം എന്ന് വെച്ചാൽ അവരെ തടഞ്ഞു എന്നാണ്. താൻ നിരുന്ന, താൻ ഇവിടെ നടുക്കിട്ടിരിക്കുന്നതേ ഉള്ളൂ. ദ്വാസ്തൗ ജയനെന്നും വിജയനെന്നും ദ്വാസ്തവരുടെ പേരാ. ദോസ്തൗ ജയസ്ഥാൻ വിജയോ അപി അരുന്ധാം. അതാണ് വിജയോപ്യരുന്ധാം. തേഷാം ചിത്തേ പദമാപകോപ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. സർവം ഭവത് പ്രേരണയാ ഏവ. പ്രേരണയാൽ തന്നെ. ഏവ എന്ന് വെച്ചാൽ തന്നെ നടക്കുന്നതെന്ന് പറയാണ്. അതാണ് ഭവദ്ദിദർക്ഷോൻ ഭവനം വിവിക്ഷോൻ ദ്വാസ്തൗ ജയസ്താൻ വിജയോപ്യരുന്ധാം. തേഷാം ചിത്തേ പദമാപകോപ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. 4-ാമത്തെ ശ്ലോകം. വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതർനോസ്തു ദിനേ മധുസ്താൻ. വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതർനോസ്ത്വിതി നേമധുസ്താൻ. ഒരു സംഭവം ഇവിടെ നടക്കുകയാണ്. ഈ കോപം വന്നുടനെ ഈ ദ്വാരപാലകന്മാരെ അങ്ങ് ശപിക്കുകയാണ് ഈ സനകാദികൾ. അതാണ് ഇവരെന്താ പറഞ്ഞാണ് ശപിച്ചത്? വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടവും. നിങ്ങൾ രണ്ടുപേരും ഈ വൈകുണ്ഠലോകത്തിന് ഉചിതമല്ലാത്ത പ്രവൃത്തി ചെയ്തവരാണ്. അതാണ് കുഴപ്പം. കാരണം ആരെയും തടയാൻ പാടില്ലാത്ത സ്ഥലമാണ് വൈകുണ്ഠം. അവിടെ തടയൽ എന്നുള്ളൊരു കർമ്മം നടന്നു. അതിനെതിരെ അതാണ് വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടവും. വൈകുണ്ഠലോകത്തിന് ഉചിതമല്ലാത്ത പ്രവൃത്തി ചെയ്ത കഷ്ടവും യുവാം. ഇവിടെ കഷ്ടം എന്ന് വെച്ചാൽ ദുഷ്ടന്മാരായ ക്രൂരന്മാരായ, അതായത് ഇങ്ങനെയുള്ള ഞങ്ങളെപ്പോലെയുള്ള ഈ മുനിമാരെ തടഞ്ഞ ഈ ക്രൂരന്മാരായ യുവാം എന്ന് വെച്ചാൽ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ദൈത്യഗതിം ഭജേതം. ദൈത്യഗതി, ദൈത്യന്മാരെന്ന് വെച്ചാൽ അസുരൻ. അന്നേരം ഇവരവിടെ മഹാവിഷ്ണുവിന്റെ പാർഷദന്മാരായിട്ടാണ് അവർ നിൽക്കുന്നത്. അവന്റെ വർണ്ണനയൊക്കെ ഭാഗവത്തിലുണ്ട്. അവർക്ക് മഹാവിഷ്ണുവിന്റെ തന്നെ ഏതാണ്ടൊരു സാരൂപ്യത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ശാപം എന്തുവാണ്? ദൈത്യഗതിയും ഭജേതം. ദൈത്യന്മാരുടെ അസുരന്മാരുടെ ഗതി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. കാരണം അതിനുള്ള ന്യായം എന്താണ്? വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടവും കഷ്ടവും യുവാം. ആ ക്രൂരന്മാരായ നിങ്ങൾ രണ്ടുപേരും ഈ വൈകുണ്ഠ ലോകത്തിന് ഉചിതമല്ലാത്ത പ്രവൃത്തി ചെയ്തവരാണ്. അതുകൊണ്ട് ദൈത്യഗതിയും ഭജേതം. നിങ്ങൾ ദൈത്യന്മാരായി പോകട്ടെ എന്നാണ് ശാപം. അസുരന്മാർ, അതായത് നിങ്ങളുടെ പ്രവൃത്തി അസുരന്മാർക്ക് പറ്റിയതാണ്, അല്ലാതെ ഈ ദേവന്മാരുടെ സന്നിധിയിൽ ചെയ്യേണ്ട പ്രവൃത്തി അല്ല നിങ്ങൾ ചെയ്തത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിനനുസരിച്ചുള്ള ഫലം കിട്ടുമെന്ന് പറയുകയാണ്. അതാണ് ഈ ജന്മത്തിൻ്റെയൊക്കെ ഒരു സിദ്ധാന്തം നമുക്കുണ്ടല്ലോ. അതായത് പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പ്രവൃത്തികളാണ് വീണ്ടും ഉള്ള ജന്മങ്ങളുടെ ഒരു പ്രക്രിയ ഇതായിട്ട് വരുന്നത്, ആവർത്തനമായിട്ട് വരുന്നതേ. അന്നേരം അതൊക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇവര് ആ ഒരു ചെറിയ തെറ്റാണെങ്കിലും ചെയ്തെങ്കിലും അവർക്ക് അതിലൊരു ഒരു ന്യൂനത വന്നുപോയി. കാരണം ഈ സനകാദികളെ ഒരിക്കലും അവരങ്ങനെ തടയരുതായിരുന്നു. അതുകൊണ്ട് കിട്ടിയൊരു ശിക്ഷയാണിത്. വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം. കഷ്ടം എന്ന് പറഞ്ഞാൽ ക്രൂരന്മാരായ ദുഷ്ടന്മാരായ യുവാം. നിങ്ങൾ രണ്ടുപേരും ദൈത്യഗതിയും ഭജേതം. ദൈത്യഗതി, ദൈത്യന്മാരുടെ അവസ്ഥ, അതായത് അവരുടെ സ്വഭാവ രീതികളൊക്കെ നിങ്ങൾക്ക് ഇനി ഉണ്ടായിക്കൊള്ളട്ടെ. ഇതി പ്രശപ്തവോ
ആ, അങ്ങനെ ശപിക്കുകയാണ്. ഇതി പ്രശപ്തവും, അങ്ങനെ ശാപമേറ്റവരായ, ഇപ്രകാരം ശാപമേറ്റവരായ ഭവദാശ്രയൗതൗ. പക്ഷെ അവര് ഭഗവാന്റെ ആശ്രിതന്മാരാണല്ലോ, ഭഗവാനെ ഉള്ളവർക്ക് ആശ്രയം, ഭഗവാന് വേണ്ടിയാണ് അവര് തടഞ്ഞത്, അല്ലേ? അല്ല അവർക്കിപ്പോൾ ആരെയും കയറ്റി വിട്ട് അവിടെ പ്രശ്നം ഉണ്ടായാലും ഇവർക്കൊന്നും ഇല്ലല്ലോ. പക്ഷെ ഭഗവാനെ ഉദ്ദേശിച്ചാണ് അവർ ആ പ്രവൃത്തി ചെയ്തത്. പവതാശ്രയവും തൗ, അങ്ങയുടെ ആശ്രിതന്മാരായി നിൽക്കുന്ന ആ രണ്ടുപേരും, അതാണ് പവതാശ്രയവും തൗ. ഹരിസ്മൃതിർ നഹ അസ്തു ഇതി, ആ പദം പിരിക്കണം. ഹരിസ്മൃതിർ നഹ, നഹ നഹ എന്ന് വെച്ചാൽ വിസർഗം, ഞാൻ കഴിഞ്ഞ് വിസർഗം ഞങ്ങൾക്ക് അസ്തു ഉണ്ടാകട്ടെ. എന്നിട്ട് അവർ ഈ ശാപം കിട്ടിയപ്പോൾ അവർ നിലവിളിച്ചൊന്നും ഈ ശാപം പിൻവലിക്കണേ എന്നൊന്നും പറഞ്ഞില്ല. അവരുടെ ഒറ്റ ആവശ്യം എന്തുവാണ്? ഞങ്ങൾക്ക് ഏത് ജന്മം കിട്ടിയാലും ഹരിയുടെ സ്മരണം ഓർമ്മ വേണം. അത്രയും ഭക്തന്മാരാ, സുരന്മാരായാൽ പോലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങ് ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ സ്മരണം ഞങ്ങളുടെ മനസ്സിൽ നിന്നാൽ മതി എന്നുള്ള ഒറ്റ ഒരു ഇതേ ചോദിച്ചിട്ടുള്ളൂ. ഈ സനകാദികളുടെ ശാപത്ത്. മറ്റേത് അതെന്തെങ്കിലും പറഞ്ഞത് പിൻവലിക്കണമെന്നൊക്കെ ആവശ്യപ്പെടാമല്ലോ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല. അവർക്കതൊക്കെ അവർ സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആ ജന്മത്തിലും ഹരിയുടെ സ്മരണം നിൽക്കണേ. എന്താണ്? ഹരിസ്മൃതിർ ന അസ്തു, അസ്തു എന്ന് വെച്ചാൽ ഉണ്ടാകട്ടെ. ഇതി നേമതുസ്താൻ, താൻ അവരെ, ആരെ? ഈ സനകാദികളെ ഇവർ നമിച്ചു എന്നാ പറയുന്നത്. അതായത് അതവരുടെ ആ ഭക്തിയുടെ, അതങ്ങൾ തെറ്റ് ചെയ്തു എന്ന് അവരെ സമ്മതിച്ചു, ഒരു പ്രതിഷേധവും കൂടാതെ അവർ ആ സനകാദികളെ നമസ്കരിച്ചു. എന്നിട്ടൊറ്റ ആവശ്യം മാത്രം പറഞ്ഞു, അടുത്ത ജന്മത്തിലും ഞങ്ങൾക്ക് ഈ അസുര ജന്മം കിട്ടിയെങ്കിലും ഭഗവാന്റെ സ്മരണ നിൽക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്, അത് അംഗീകരിക്കണേ എന്ന് പറഞ്ഞു. എന്ത് മനോഹരമായിട്ടുള്ള ഒരു രംഗം അതില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വളരെ സുഖസൗകര്യത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലൊരു ശാപം കിട്ടിയപ്പോൾ ഒരു പ്രതിഷേധവും കാണിക്കാതെ അവർ പറയാണ് ഹരിസ്മൃതിർനോസ്തുതി നേമതുസ്താൻ. എന്നിട്ട് ആ താൻ നേമതു, അവരെ നമസ്കരിച്ചു. വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ. തൗ എന്ന് വെച്ചാൽ രണ്ടുപേരും, ഭവദാശ്രയോ, അങ്ങനെ മാത്രം ആശ്രയമായിരിക്കുന്ന ആ രണ്ടുപേരും ഹരിസ്മൃതിർന അസ്തു ഇതി താൻ നേമതു, അവരോട് അവരെ നമസ്കരിച്ചു. ഇത്രയും പറഞ്ഞിട്ട് താൻ നേമതു. ഇതാണ് വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടവോ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം. അത് ആ ശാപവാക്കുകളായിട്ടാണ് അവിടെ ഇൻവെർട്ടർ കോമയിൽ ഇട്ടിരിക്കുന്നത്. ഇത് സനകാദികൾ ഈ ജയവിജയന്മാർക്ക് കൊടുത്ത ശാപമാണ്. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടവോ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം. ദൈത്യന്മാരുടെ, ദിതിയുടെ മക്കളാണല്ലോ അസുരന്മാർ, അവരുടെ ആ ഗതിയെ നിങ്ങൾ പ്രാപിക്കട്ടെ, ഭജേതം പ്രാപിക്കട്ടെ എന്നുള്ള ആ ശാപം കൊടുത്തു. ഇതി പ്രശപ്തവും, ഇങ്ങനെ ശാപം നേടിയവരായ അവർ ഭവദാശ്രയവും, എന്നാൽ ഭഗവാന്റെ ആശ്രിതന്മാരുമാണ്. ഹരിസ്മൃതിർനോസ്തുതി നേമതുസ്താൻ, ആണ് ആ ശ്ലോകം. ഒന്നുകൂടെ ചെല്ലാം. വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടവോ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്തുതി നേമതുസ്താൻ. ആ പദം മാത്രമേ ഉള്ളൂ ഇവിടെ പിരിക്കാനുള്ളത്. ഹരിസ്മൃതി ന അസ്തു, നഹ ന അസ്തു ഇതി ചേർത്താണ് ഹരിസ്മൃതിർനോസ്തുതി നേമതുസ്താൻ, താൻ നേമതു എന്നാണ്. എന്നുവെച്ചാൽ അവരെ നമസ്കരിച്ചു. അഞ്ചാമത്തെ ശ്ലോകം. അന്നേരം ഈ സംഭവങ്ങളെല്ലാം ഇവിടെ പൊടിക്കുമ്പോൾ അവിടെ മഹാവിഷ്ണു ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഗുരുവായൂരപ്പന് ഇതെല്ലാം അറിയാമല്ലോ, ഏത് ചലനം ഉണ്ടായാലും അവിടെ അറിയാം. അതാണ് ഇനി പറയുന്നത്. അവരത് അറിഞ്ഞിട്ട് എന്തു ചെയ്തു എന്ന് പറയാണ്. തദേതതാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരം സാർപ്പിതചാരുബാഹു അനന്തയം സ്ഥാൻ അഭിരാമമൂർത്തിയ. ഇവിടെയും ഭാഗവതത്തിൽ ആ ഭഗവാൻ വരുന്ന ആ നല്ല 3-4 ശ്ലോകങ്ങളുണ്ട്. ആ ഭഗവാൻ ആ സനകാദികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതേ. തദേതതാജ്ഞായ ഭവാനവാപ്ത, തത് ഏതത് ആജ്ഞായ, 3 വാക്ക. തത് ഏതത് ആജ്ഞായ, തദേതതാജ്ഞായ ഭവാൻ അവാപ്ത സഹൈവ സഹൈവ ലക്ഷ്മിയാ ബഹിർ അംബുജാക്ഷ.
അല്ലയോ അംബുജാക്ഷ, അങ്ങ് സഹ ലക്ഷ്മിയോടുകൂടി ബഹിർ പുറത്തു വന്നു. ബഹിർ പുറത്തു വന്നു. എപ്പോൾ തതേതദാജ്ഞായ, തത് ഇവിടെ ഈ നടന്ന സംഭവം ഉണ്ടല്ലോ, ഈ ശാപങ്ങളെല്ലാം, ഇതെല്ലാം ഭഗവാൻ അവിടെ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആജ്ഞായ, ആജ്ഞായ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട്, ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഭവാൻ അവാപ്തഃ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് അവാപ്തഃ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. ഇതെല്ലാം അറിഞ്ഞ് ഭഗവാൻ പുറത്തേക്ക് വന്നു എന്ന് പറയുകയാണ്. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് അവാപ്തഃ തതേതദാജ്ഞായ ഭവാനവാപ്ത. എങ്ങനെ? സഹയേവ ലക്ഷ്മിയോടുകൂടി, ലക്ഷ്മിയാ സഹ, ലക്ഷ്മിയോടൊപ്പം. ബഹിർ അംബുജാക്ഷ, അംബുജം പോലെയുള്ള നയനങ്ങളോടുകൂടിയിരിക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങ് ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറയുകയാണ് ഇവരുടെ മുമ്പിൽ. അത് വന്ന വേറെ എങ്ങനെയാണ്? ഖഗേശ്വരം സാർപ്പിത ചാരുബാഹു. ഖഗേശ്വരൻ, ഖഗം എന്ന് വെച്ചാൽ പക്ഷി, പക്ഷിയുടെ ഈശ്വരൻ ഇവിടെ ഗരുഡൻ. ഗരുഡന്റെ അംശം എന്ന് വെച്ചാൽ തോളെന്ന അംശം. അംശത്തിൽ വെച്ചിരിക്കുന്ന, അർപ്പിതമായിരിക്കുന്ന ചാരുബാഹു, മനോഹരമായ കൈകളോടുകൂടി. അന്നേരം ഗരുഡന്റെ പുറത്തേറിയല്ലേ ഭഗവാന്റെ യാത്ര. അന്നേരം അങ്ങനെ യാത്ര ചെയ്യുമ്പം ഭഗവാന്റെ ഒരു മനോഹരമായ കൈ ഈ ഗരുഡന്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്, തോളിൽ. അതാണ് ഖഗേശ്വര അംസ എന്ന് വെച്ചാൽ തോൾ. അർപ്പിത ചാരുബാഹു, ചാരു മനോഹരം, മനോഹരമായ ഒരു കൈ ഭഗവാൻ ആ ഗരുഡന്റെ പുറത്ത് വെച്ചിട്ടുണ്ടോ എന്ന് പറയാണ്. അത് കണ്ടുടനെ ആനന്ദയം സ്ഥാൻ, ആനന്ദയൻ താൻ എന്ന് വെച്ചാൽ അവരെ ആനന്ദിപ്പിച്ചുകൊണ്ട്, ഭഗവാന്റെ ആ ഒരു വരവ് തന്നെ അവരുടെ ആ ദുഃഖവും എല്ലാം മറന്നു. ആ സനകാദികളുടെ കോപവും പോയി, ഇവർക്ക് ഏറ്റ ശാപത്തിന്റെ ആ ഒരു പ്രഹരവും അവർക്ക് ഇല്ലാതായി. അവർ ആനന്ദത്തിൽ മുഴുകിയെന്നു. അതാണ് ഭഗവത് സാമീപ്യത്തിൽ ആർക്കും ആനന്ദം കിട്ടും എന്ന് സൂചിപ്പിക്കാനാണ്. ആനന്ദയൻ സ്ഥാൻ, അനന്തയം സ്ഥാൻ വെച്ചാൽ ആനന്ദയൻ, അവരെ ആനന്ദിപ്പിച്ചുകൊണ്ട് താൻ അനന്തയൻ അഭിരാമമൂർത്തിയ. അതാണ് മനോഹരമായ വർണ്ണനയുണ്ടെന്ന് പറഞ്ഞ ഭാഗവതി. അഭിരാമമൂർത്തിയ, വളരെ മനോഹരമായ ആ ശരീരത്തോടുകൂടി ആ ഗരുഡ ഭഗവാന്റെ തോളത്ത് ഒരു ചാരുബാഹുവും വെച്ചുകൊണ്ട് ഭഗവാൻ അവരുടെ മുമ്പിൽ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് ആ ശ്ലോകത്തിന്റെ താല്പര്യം. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മിയാ സഹ ഏവ, ലക്ഷ്മിയോടുകൂടി തന്നെ. അതിൻ്റെ ഒരു ഐശ്വര്യം കൂടെ ഉണ്ടാവാനാണ് ലക്ഷ്മിയായിട്ട് വരുന്നത്. അതാണ് സഹൈവ ലക്ഷ്മിയ ബഹിരംബുജാക്ഷ. അല്ലയോ അംബുജാക്ഷ, അങ്ങ് പുറത്തേക്ക് എഴുന്നള്ളിയല്ലോ ലക്ഷ്മിയോടൊപ്പം. ഖഗേശ്വരം സാർപ്പിത ചാരുബാഹു. ഖഗം പക്ഷി, പക്ഷി ശ്രേഷ്ഠൻ, അതായത് ഗരുഡൻ, പക്ഷിശ്രേഷ്ഠനായ ഗരുഡന്റെ ചുമലിൽ അംശം. അർപ്പിത ചാരുബാഹു, എന്ന് വെച്ചാൽ വയ്ക്കപ്പെട്ട മനോഹരമായ ബാഹുക്കളോടുകൂടി അനന്തയം സ്ഥാൻ, അവരെല്ലാം ആനന്ദത്തിലാക്കിക്കൊണ്ട് അഭിരാമമൂർത്തിയ, ആ ഭംഗിയുള്ള മൂർത്തി എന്ന് വെച്ചാൽ ശരീരം, ആ ശരീരത്തോടുകൂടി ഭഗവാൻ അവിടെ അവാപ്ത എന്ന് വെച്ചാൽ പുറത്തേക്ക് വന്നു എന്നാണ്. ബഹിർ അവാപ്ത, പുറത്തേക്ക് വന്നു. അതാണ് ആ ശ്ലോകം. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരം സാർപ്പിത ചാരുബാഹു അനന്തയം സ്ഥാൻ അഭിരാമമൂർത്തിയ. വന്നുടനെ തന്നെ ഭഗവാന് കാര്യമില്ല അറിഞ്ഞുകൊണ്ടല്ലേ വരുന്നത്. എന്താണ് ചെയ്തത്? പ്രസാദ്യ ഗീർഭിർസ്തുവദോ മുനീന്ദ്രാൻ അനന്യനാഥാവദ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈത്രിഭിർ മാമുപേതമിത്യാത്തകൃപം നഗാധി. പ്രസാദ്യ ഗീർഭിർ സ്തുവദോ, സ്തുവതഃ മുനീന്ദ്രാൻ. പ്രസാദ്യ ഗീർഭിർ സ്തുവദോ മുനീന്ദ്രാൻ അനന്യനാഥൗ അധ പാർഷദൗ തൗ അനന്യനാഥൗ അധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈർ ത്രിഭിർ മാം ഉപേതം. അങ്ങനെ എടുത്തോണം, മാം ഉപേതം. ആ സന്ധി ചെയ്തിരിക്കുന്ന മനസ്സിലാക്കണം. ഭവൈർ ത്രിഭിർ മാം ഉപേതം ഇതി ആത്തകൃപം നഗാതി. ഇതി ഇപ്രകാരം ആത്തകൃപം, വളരെ കൃപയോടുകൂടി കാരുണ്യപൂർവം നഗാതി പറഞ്ഞു.
വളരെ കാരുണ്യത്തോടുകൂടി ഭഗവാൻ പറഞ്ഞു. ഇതേ രംഗം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ കഥയിലുണ്ടേ. അതായത് ഈ പരശുരാമനും ഗണപതിയും തമ്മിൽ അടികൂടി അവസാനം ഗണപതിയുടെ കൊമ്പ് പരശുരാമൻ ഒടിച്ച് താഴെയിട്ടിരിക്കല്ലേ. അന്നേരം ഗണപതി നിൽക്കുന്ന ആ രംഗമൊക്കെ വള്ളത്തോട് മനോഹരമായിട്ട് വർണ്ണിക്കും. കൊമ്പൊന്നു പോയി ചോരയിലാണ്ട് നിൽക്കും ഗജാസ്യന കണ്ട അതിസംഭ്രമത്താൽ എന്തെന്തിതന്നീശ്വരപത്നി പാഞ്ഞു ചെന്നങ്ങെടുത്ത് അംഗതലത്തിൽ വെച്ചു. അവിടെ പരമശിവനും പാർവതിയായിട്ടാണ് ഇറങ്ങി വരുന്നത്. ഇവിടെ മഹാവിഷ്ണുവും ലക്ഷ്മിയുമായിട്ട്. അന്നേരം പരമശിവനും പാർവതിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? കൊമ്പൊന്നുപോയി ചോരയിലാണ്ട് നിൽക്കും ഗജാസ്യന കണ്ട അതിസംഭ്രമത്താൽ എന്തെന്തിതന്നീശ്വരപത്നി പാഞ്ഞു ചെന്നങ്ങെടുത്ത് അംഗതലത്തിൽ വെച്ചു. ആ ഗണപതി എടുത്ത് തൻ്റെ ആ അംഗതലത്തിൽ മടിയിൽ വെച്ചു എന്ന് പറയുകയാണ്. കൊമ്പ് പോയി ചോരയിൽ കുളിച്ച് നിൽക്കുകയാണ്. പരശുരാമൻ അടിച്ചു പൊട്ടിച്ചിട്ടിരിക്കുകയാണ്, ഒരു കൊമ്പൊടിച്ചിട്ടിരിക്കുകയാണ്. അത് കണ്ട് ആ പാർവതിക്ക് ഭയങ്കരമായ ദേഷ്യം ഉണ്ടായ ആ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉടൻ മഹാദേവി ഇടത്തുകയ്യാൽ അഴിഞ്ഞ പാർവൂങ്കുഴലൊന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു എന്നൊക്കെയുള്ള ആ മനോഹരമായ രംഗമുണ്ട്. അത് കഴിഞ്ഞ് ആ പരമശിവന്റെ രംഗമാണ് ഇവിടെ നമുക്കറിയേണ്ടത്. അതായത് ഇവിടെ മഹാവിഷ്ണു എന്താണ് ചെയ്തെന്നുള്ളത്, അവിടെ പരമശിവൻ എന്താണ് ചെയ്യുന്നത്? ഇവരെ കണ്ടപ്പോഴത്തേക്ക് പരമശിവന് കാര്യമെല്ലാം മനസ്സിലായി. ശിഷ്യൻ പ്രവർത്തിച്ചതു വീരധർമ്മം, ശിഷ്യൻ പ്രവർത്തിച്ചത് വീരധർമ്മം, സുതാംഗ വൈകല്യം ഒരു ഉഗ്രശല്യം. ഇതാണ് പരമശിവന്റെ വിഷമം. ഇവിടെയും അതുപോലെ ഒരു ധർമ്മസങ്കടത്തിലായിപ്പോയി. തൻ്റെ പാർഷദന്മാർ ചെയ്തത് തനിക്ക് വേണ്ടി അവരത് യോജിക്കപ്പെട്ട പ്രവൃത്തിയാണ്. പക്ഷേ ഈ സനകാദികളാണ് അവരെ ശപിച്ചത്. എന്തൊരു തീരുമാനം എടുക്കും? മഹാവിഷ്ണു എന്ത് ചെയ്തെന്ന് നോക്കാം. പ്രസാദ്യഗീർഭിർ സ്തുപദോ മുനീന്ദ്രൻ. മഹാവിഷ്ണു ഇങ്ങോട്ട് ഗുരുവായൂരപ്പം ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഈ സനകാദികൾ അങ്ങോട്ട് സ്തുതിക്കാൻ, അവരുടെ സ്തുതിയും മനോഹരമാണ്. നല്ല സ്തുതിയാണ്, വേദാന്തപരമായ സ്തുതിയാണ്. അത് ആ മുനീന്ദ്രന്മാരുടെ ആ സ്തുതി കേട്ടിട്ട് പ്രസാദ്യ ഗീർഭിർ, അവരെ പ്രസാദിപ്പിച്ചു എന്ന് പറയാണ്. ഗീർഭിർ എന്ന് വെച്ചാൽ വാക്കുകളെ കൊണ്ട് ഭഗവാൻ മനോഹരമായ ചില വാക്കുകളൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. കാരണം അവർക്കും പ്രശ്നമുണ്ടല്ലോ, കാരണം അവർ ചെയ്ത ഒരു പശ്ചാത്താപത്തിലൊക്കെ നിൽക്കുകയാണ്. പെട്ടെന്നുള്ള ആ ദേഷ്യം കൊണ്ടങ്ങ് ശപിച്ചു പോയതാണ്. അതാണ് ഭഗവാൻ ആദ്യം ചെയ്തത്. പ്രസാദ്യ ഗീർഭിർ സ്തുപദോ മുനീന്ദ്രൻ, ആ സ്തുതിക്കുന്ന മുനീന്ദ്രന്മാരെ തൻ്റെ വാക്കുകളെ കൊണ്ട് പ്രസാദിപ്പിച്ചു എന്ന് വെച്ചാൽ അവരെ ആശ്വസിപ്പിച്ചു എന്നാണ്. പ്രസാദ്യ ഗീർഭിർ സ്തുപദോ മുനീന്ദ്രൻ. ഗീരെന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു, അവരെ സന്തോഷിപ്പിച്ചു. അതാണ് പ്രസാദ്യ ഗീർഭിർ. ആദ്യം അവരെയാണ് ചെയ്തത് അല്ലേ? മുനീന്ദ്രന്മാരെയാണ് ആദ്യം ഭഗവാൻ ആശ്വസിപ്പിച്ചത്. അതാണ് പ്രസാദ്യ ഗീർഭിർ സ്തുപദോ മുനീന്ദ്രൻ അനന്യനാഥൗ വധ പാർഷദൗ തൗ. എന്നിട്ട് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് വേറൊരാരും ഇല്ലാത്ത അനന്യനാഥവും, ഭഗവാൻ മാത്രമാണ് അവർക്ക് ആശ്രയമായിട്ടുള്ളത് ഈ രണ്ട് ജയവിജയന്മാർക്കും. അതാണ് അനന്യനാഥവും. അനന്യനാഥവും എന്ന് വെച്ചാൽ വേറൊരു നാഥന്മാരില്ലാത്ത അവര്. തൗ രണ്ടുപേരും, അതാണ് തൗ രണ്ടുപേരും. അതാ പിന്നീടെന്നുള്ള അർത്ഥത്തിൽ. അതാണ് അനന്യനാഥാവത പാർഷദൗ തൗ. പിന്നെ ഈ രണ്ട് പാർഷദന്മാരുടെ കാര്യം പറയുകയാണ്. ആദ്യം ഈ മുനീന്ദ്രന്മാരെ ഭഗവാൻ പ്രസാദിപ്പിച്ചിട്ട് ഇനി ഈ രണ്ട് പാർഷദന്മാരുണ്ടല്ലോ, അതാണ് അവര് അനന്യനാഥന്മാരാണ്. താനല്ലാതെ വേറെ ആരും അവർക്ക് ശരണവുമില്ല. അതുകൊണ്ട് അനന്യനാഥൗ അധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർ. ഒരു വരം കൊടുക്കുകയാണ്. സംരംഭം, നിങ്ങൾ എന്തായാലും ഈ പ്രവൃത്തി ചെയ്തല്ലോ, ഇനിയിപ്പം സനകാദികൾ നിങ്ങളെ ശപിക്കുകയും ചെയ്തു, ഇനി അതിനെ മാറ്റാനൊന്നും പറ്റില്ല, കാരണം ശാപം ഏറ്റുപോയി. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എന്നോട് വരാം. എങ്ങനെ? ഒരു പുതിയ യോഗം ഭഗവാൻ പറയുകയാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ 3 യോഗങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് അല്ലേ? ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം ഇല്ലേ? അല്ലെങ്കിൽ 2 യോഗമേ ഉള്ളെന്ന് പറയുന്നു. ലോകേസ്മിൻ 2 യോഗമുണ്ട്. ഏതാണ്? കർമ്മയോഗവും ജ്ഞാനയോഗവും എന്ന് ആദ്യം പറയുന്നുണ്ട്. പിന്നെ ഭക്തിയോഗവും നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പുതിയൊരു യോഗം കൊടുക്കുകയാണ്, സംരംഭയോഗം. സംരംഭയോഗം എന്ന് പറയുന്നത് വിദ്വേഷയോഗമാണ്. അതായത് ആരോടെങ്കിലും നമുക്ക് വിദ്വേഷം, ഭഗവാനോട് നമുക്ക് വിദ്വേഷം ഉണ്ടായാലും മതി, അതൊരു യോഗമാണ്. അത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നടക്കുകയല്ല. നമ്മൾ ഭഗവാനോട് വിദ്വേഷം ഉണ്ടായിട്ട് നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടുമെന്ന് വിചാരിക്കണ്ട.
അല്ലേ? ഇവിടെ ഭഗവാൻ കൊടുത്തൊരു അനുഗ്രഹമായിട്ട് എടുത്താൽ മതി. കാരണം സംരംഭയോഗേന, ആ വിദ്വേഷയോഗം കൊണ്ട്, അന്നേരം ഇനി ആ ജനിക്കാൻ പോകുന്ന ഈ സനകാദികള് ആ ഭഗവാനോടുള്ള വിദ്വേഷത്തോടു കൂടിയായിരിക്കും ജനിക്കുന്നത്. അതും ഭഗവത് സ്മരണ നിരന്തരം നിൽക്കും. അവരുടെ ചോദ്യം അതായിരുന്നല്ലോ, വിദ്വേഷം വരുമ്പോൾ ഒരു ശത്രുവാണെങ്കിലാണ് നമുക്ക് അയാളെ പറ്റി കൂടുതൽ എപ്പോഴും ഓർമ്മ നിൽക്കുന്നത്. സുഹൃത്തുക്കളെ പറ്റി നമ്മൾ എപ്പോഴും മനസ്സിൽ കാണത്തില്ല, ഏതെങ്കിലും സന്ദർഭത്തിൽ ഓർക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മനസ്സിൽ എന്നും പച്ച പിടിച്ച് നിൽക്കും. അതുകൊണ്ട് ഈ വിദ്വേഷഭക്തി വളരെ പ്രധാനമാണെന്നും പറയും, അല്ലേ? കംസനുമൊക്കെ സംഭവിച്ചതാണേ. പല കൊണ്ട് ഭയം, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന സ്ഥായി നെഗറ്റീവ് ആയിട്ടുള്ളതായാലും ഭഗവാന്റെ കാര്യമാകുമ്പോൾ അതിന് ഗുണമേറും. കാരണം ഭഗവത് സ്മരണ നിരന്തരം നിലനിൽക്കണം. അതിന് പല കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഇവരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അതിനെ കൊണ്ട് ദീർഘമായിട്ട് വരുമല്ലോ. എന്നാലും അവർക്ക് അവസാനം ഭഗവൻ തന്നെ എത്താൻ കഴിയും. അതാണ് ഈ സംരംഭയോഗം, വിദ്വേഷം കൊണ്ടുണ്ടാകുന്ന ഭഗവത് ചേർച്ച. അങ്ങനെയാണ് ഭഗവാൻ അവർക്കൊരു ഇളവ് കൊടുത്തത്. മറ്റവര് അസുരന്മാരായി പോകട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അതല്ല. സംരംഭയോഗേന ഭവം എന്ന് വെച്ചാൽ ജനനം. നിങ്ങൾ 3 ജന്മം, ത്രിഭിർ ഭവം, 3 ജന്മങ്ങൾ ഈ സംരംഭയോഗം നടത്തിയിട്ട് നിങ്ങൾ എന്നിലെത്തിച്ചേരും ജയവിജയന്മാർ. അതാണ് ഭഗവാൻ കൊടുത്ത ഇളവ്. സംരംഭയോഗേന ഭവൈർ ത്രിഭിർ. ത്രിഭിർ വെച്ചാൽ 3 ജന്മങ്ങൾ കൊണ്ട് നിങ്ങൾ മാമുപേതം, എന്നിൽ എത്തിച്ചേരും. അങ്ങനെയാണ് 3 ജന്മങ്ങൾ അവർക്ക് വരുന്നത്. ആദ്യത്തെ ജന്മം നമ്മളിനി പറയാൻ പോകുന്ന അതാണ് ഹിരണ്യകശുവും ഹിരണ്യാക്ഷനും. ഈ ജയവിജയന്മാരാണ്. അതാണല്ലോ നമ്മുടെ ഹെഡിങ് തന്നെ, ഹിരണ്യാക്ഷൻ ഹിരണ്യകശുപു. അത് കഴിഞ്ഞിട്ടാണ് ശിശുപാലൻ, രാവണൻ, കുംഭകർണൻ. പിന്നെയാണ് ശിശുപാലൻ, ദന്തവക്ത്രൻ. ഈ കഥകളെല്ലാം വരും ഇനി. അത് 3 ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് പിന്നെ തിരിച്ച് ആ ഭഗവത് പ്രാപ്തി കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സംരംഭയോഗേന ഭവൈർ ത്രിഭിർ. 3 ഭവങ്ങൾ കൊണ്ട്, ജന്മങ്ങൾ കൊണ്ട് നിങ്ങൾ, അതും സംരംഭയോഗം അനുഷ്ഠിച്ച്, വിദ്വേഷഭക്തിയാൽ ഭക്തിയോഗം അത് അനുഷ്ഠിച്ച് മാമുപേതം, എന്നിൽ എത്തിച്ചേരും. ഇതി ആത്മകൃപം നഗാതി. ഇവരോട് കൃപയല്ലേ ഭഗവാനുള്ളൂ, അവരോട് വിദ്വേഷമല്ലോ ഉണ്ടോ? അവരവരുടെ ഡ്യൂട്ടി ചെയ്ത പാർഷദന്മാരാ. അതുകൊണ്ട് ആത്മകൃപം, വർദ്ധിച്ച കൃപയോടുകൂടി അവരുടെ നഗാതി പറഞ്ഞു എന്ന് പറയുകയാണ്. സാരമില്ല, നിങ്ങൾ എന്തായാലും ശാപം ഏറ്റുപോയി. ഇനി 3 ജന്മങ്ങൾ കൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്ക തിരിച്ചു വരും. ഇത് ഞാൻ തന്നെ നിങ്ങൾക്ക് മോക്ഷവും തരാം എന്നൊക്കെ ഉണ്ടല്ലോ കഥയിൽ, ഇതൊക്കെ വരും. പ്രസാദ്യഗീർഭിർസ്തുപദോ മുനീന്ദ്രാൻ അനന്യനാഥാപദ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈർസ്ത്രിഭിർ മാമുപേതമിത്യാത്മകൃപം നഗാതി. സന്ധി ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ചൊല്ലാം, അല്ലെങ്കിൽ തെറ്റ് ചൊല്ലും, അല്ലേ? നമ്മൾ ഇണത്തിൽ തന്നെ ചൊല്ലുമ്പോൾ തെറ്റ് വരരുത്, ആ വാക്കുകളൊന്ന് പിരിക്കണം. അതാണ് പ്രസാദ്യഗീർഭിർസ്തുപദോ മുനീന്ദ്രാൻ അനന്യനാഥാപദ പാർഷദൗ തൗ. പാർഷദൗ തൗ, 2 പാർഷദന്മാരും. സംരംഭയോഗേന ഭവൈർത്രിഭിർ, അതാണ് ഭവൈസ്ത്രിഭിർ മാമുപേതം, മാമുപേതം എന്നിലെത്തിച്ചേരാം. ഇതി ആത്മകൃപം, ഇപ്രകാരം കൃപയോടുകൂടി, വർദ്ധിച്ച കൃപയോടുകൂടി നഗാതി. അത്രയുള്ളൂ. പ്രസാദ്യഗീർഭിർസ്തുപദോ മുനീന്ദ്രാൻ അനന്യനാഥാപദ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈർത്രിഭിർ മാമുപേതമിത്യാത്മകൃപം നഗാതി. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ കേട്ടോ, നമുക്ക് അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 7-മത്തത്. അങ്ങനെ ഇത് കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നിനി പറയുകയാണേ. 2 പേരും സനകാദികളുടെ ശാപവും ഏറ്റ് ഭഗവാന്റെ ശാപ മോക്ഷവും കൊടുത്തു. എങ്ങനെയാണെന്നുള്ളത് ഇനിയുള്ള തുടർന്ന കഥ വളരെ ചുരുക്കി പറയുകയാണ് 7-മത്തെ ശ്ലോകത്തിൽ. ത്വദീയ ഭൃത്യാപത കാശ്യപാത്തവോ സുരാരിവീരാവുദിതൗ ദിദൗ ദൗ സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവന്യൗ. അതിൻ്റെ ആ സന്ധികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ത്വദീയ ഭൃത്യൗ അധ, പിന്നീട് ത്വദീയഭൃത്യൗ കാശ്യപാത്തൗ സുരാരിവീരൗ ഉദിതൗ ദിദൗ ദൗ. ദിതി ഇത് 2 ഇതുണ്ടല്ലോ, ബഹുവചനം വരുമ്പോഴത്തേക്ക് 2 പേരുടെ പേർത്ത് വരികയാണിത്. അതാണ് ഇങ്ങനെ ദൗ എന്നുള്ള ദിദൗ ഒക്കെ വരുന്നത്. സംസ്കൃതം അങ്ങനെയൊക്കെ ഉണ്ട്, വെച്ച് പറയേണ്ടി വരും.
ഭൃത്യൗ അധ കാശ്യപാത്തൗ സുരാരിവീരൗ ഉദിതൗ ദിതൗ ദൗ. സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമൗ ഇവ അന്യൗ. ലോകസ്യ യമൗ ഇവ അന്യൗ. അന്യൗ യമൗ ഇവ എന്നാണ്. യമൗ ഇവ അന്യൗ. അന്യൗ യമ ഇവ. അങ്ങനെ രണ്ടുപേര് ജനിച്ചു. അതായത് രണ്ട് വ്യത്യസ്ത കാലന്മാർ ഉണ്ടല്ലോ, വേറെ രണ്ട് കാലന്മാരായിട്ടാണ് ഈ ആദ്യത്തെ ജനനം ഉണ്ടായെന്ന് പറയാണ്. അതാണ് യമൗ ഇവ അന്യൗ. ലോകസ്യ, വേറെ ഈ ലോകത്തിന് രണ്ട് കാലന്മാരും കൂടെ വന്നു ചേരുകയാണ് ഈ ജയവിജയന്മാര്. അതാരൊക്കെയാണെന്ന് പറയാണ്. ത്വദീയ ഭൃത്യവും, ഇവർ രണ്ടുപേരും അങ്ങയുടെ ഭൃത്യന്മാരാണല്ലോ. ത്വദീയം, അങ്ങയുടെ ഭൃത്യന്മാര്. അതാ പിന്നീട് ഈ ശാപം കഴിഞ്ഞതിന് ശേഷം കാശ്യപൻ, കാശ്യപന്റെ രണ്ട് ഭാര്യമാരുണ്ട്, അതിഥിയും ദിതിയും. ഇത് കഥയിലുള്ളതാ. അതിഥിയുടെ മക്കളാണ് ദേവന്മാർ. ഇത്രയുള്ള വ്യത്യാസം. അച്ഛനൊന്നാണേ, കശ്യപ പ്രജാപതിയാണ്. ആ കശ്യപ പ്രജാപതിയുടെ രണ്ട് ഭാര്യമാണ് ദിതിയും അതിഥിയും. ദിതിയുടെ മക്കളാണ് ദൈത്യന്മാർ, അസുരന്മാർ എന്നുള്ള. അച്ഛനൊന്ന്, അമ്മ മാറിപ്പോയി. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ഈ അസുരന്മാരും ദേവന്മാരും തമ്മിൽ. അതാണ് ഇവിടെ കാശ്യപാത് തൗ. ഇവർ രണ്ടുപേരും ആരൊക്കെ? ത്വദീയ ഭൃത്യവും, അങ്ങയുടെ ഭൃത്യന്മാരായ തൗ, ഈ രണ്ടുപേരും അതാ പിന്നീട് കാശ്യപാത് വീരവു ഉദിതൗ ദിതൗ ദൗ. കാശ്യപാത് ദിതൗ, കാശ്യപമഹർഷിയുടെ ഭാര്യയാണല്ലോ ദിതി. അങ്ങനെ ഈ കാശ്യപ മഹർഷിയുടെ ഭാര്യയായ ദിതിയിൽ നിന്ന് ദൗ വീരവും, വീരന്മാര്. സുരൻ ദേവന്റെ അരി എന്ന് വെച്ചാൽ അസുരൻ അല്ലേ, ദേവന്റെ ശത്രു, ദേവശത്രുവാണല്ലോ. അങ്ങനെ വീരന്മാരായ രണ്ടുപേര് ഉദിതവും, ഉദിതം വെച്ചാൽ ഉണ്ടായി അല്ലേ. കശ്യപ മഹർഷിക്ക് ദിതിയിൽ ഈ രണ്ട് പുത്രന്മാര് ഉണ്ടായി. ഈ അങ്ങയുടെ രണ്ട് പാർഷദന്മാര് കശ്യപന്റെയും ദിതിയുടെയും മക്കളായി ജനിച്ചു എന്നായി പറയുന്നത്. അതാണ് ത്വദീയ ഭൃത്യാപത കാശ്യപാത്തൗ സുരാരിവീരാ ഉദിതൗ ദിതൗ ദൗ. ദിതിയിൽ നിന്ന് ദൗ, രണ്ടുപേരും. ആരാണ് ഈ രണ്ടുപേര്? ത്വദീയ ഭൃത്യവും, അങ്ങയുടെ ഭൃത്യന്മാരായ രണ്ട്. അതാ പിന്നീട് അവര് സുരാരി വീരന്മാരാണ്. അസുരൻ വീരന്മാരായ രണ്ടുപേര് ഉദിതവും ജനിച്ചു എന്ന് പറയുകയാണ്. അതിനുള്ള അർത്ഥം ത്വദീയ ഭൃത്യാപത കാശ്യപാത്തൗ സുരാരി വീരാ ഉദിതൗ ദിതൗ ദൗ. ചൊല്ലാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ആവർത്തിച്ച് ചൊല്ലി പഠിക്കണം. ത്വദീയ ഭൃത്യാപത കാശ്യപാത്തൗ സുരാരി വീരാ ഉദിതൗ ദിതൗ ദൗ സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടവും. എന്താണ് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഈ സന്ധ്യാസമയത്താണ് ഈ കശ്യപനും ദിതിയും കൂടുള്ള സംയോഗത്തിൽ നിന്നാണ് ഇവർ ജനിച്ചതെന്ന് പറയുകയാണ്. അത് ഭാഗവത്തിൽ പറയുന്നുണ്ട്. ദിതിയും കശ്യപനും തമ്മിൽ ഈ സന്ധ്യാസമയത്ത്, ആ സമയത്ത് ദിതിക്ക് ഇങ്ങനെ ഒരു കാമാവേശം ഉണ്ടാകുകയും ഒരു പുത്രൻ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം. കാരണം ദേവന്മാരൊക്കെ എതിർക്കണ്ടേ, ദേവന്മാരൊക്കെ നല്ല ചേച്ചി അതിഥിയുണ്ട്, അതിഥിയുടെ മക്കളൊക്കെ നല്ലവരായതുകൊണ്ട് ദിതിക്കും ഇങ്ങനെ മക്കൾക്ക് ഓരോ ക്ഷീണങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് കാമം ഉണ്ടായി കശ്യപ മഹർഷിയെ സമീപിക്കുകയും, പക്ഷെ സമീപിച്ചത് ഈ സന്ധ്യാസമയത്താണ്. അത് ഈ പുത്ര ഉൽപാദനത്തിന് പറ്റിയ സമയമല്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സന്ധ്യാസമുത്പാദന, ആ സന്ധ്യാസമയത്ത് സംയോഗം നടന്നുണ്ടായവരായതുകൊണ്ട് കഷ്ടചേഷ്ടവും, ഒരു ക്രൂരപ്രവൃത്തികൾ ചെയ്യുന്നവരായിപ്പോയി. അതാണ് ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ക്രൂരന്മാരായിപ്പോയി. പിന്നെ നമ്മളും ഇതൊക്കെ അനുശാലിക്കണം. ഈ സന്തതിയുടെ ഉൽപ്പത്തിക്കൊക്കെ വളരെ ഭക്തിയോടുകൂടിയൊക്കെ നമ്മൾ ശ്രമിച്ച് ഉണ്ടാകുന്ന സന്തതികളെ ഉത്തമ സന്തതികളാവും. അല്ല ഏതെങ്കിലും സമയത്ത് അവിചാരിതമായിട്ടുണ്ടാകുന്ന സന്തതികളാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കഥകളൊക്കെ സൂചിപ്പിക്കുന്നത്. അതാണ് സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടവും. ആ സന്ധ്യാസമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടവരായതുകൊണ്ട് അവർ ക്രൂര പ്രവൃത്തികളുള്ളവരായി മാറി. യമൗജ എന്നുവെച്ചാൽ ഈ രണ്ടുപേരും, യമോ എന്ന് വെച്ചാൽ അവിടെ രണ്ടുപേരെന്നുള്ള ആദ്യത്തെ അർത്ഥം. അതാണ് ഇത് അർത്ഥം ഇങ്ങനെ ശ്ലേഷം പെട്ടതിൽ മാറ്റി മാറ്റി പ്രയോഗിക്കും. യമൗജ, അങ്ങനെ രണ്ടുപേരും. യമൗജ ലോകസ്യ യമൗ ഇവാന്യവും, ലോകത്തിന് വേറെ രണ്ട് കാലന്മാരെ പോലെ. അതാണ്, ഒരു കാലനുണ്ടല്ലോ, വേറെ രണ്ട് കാലനെയൊക്കെ നമ്മൾ കാലൻ ധർമ്മദേവൻ എന്ന് പറയുന്നെങ്കിലും എല്ലാവർക്കും ഭയം ഉണ്ടാക്കുന്ന ഒരു ദേവനാണല്ലോ.
അതുകൊണ്ട് ലോകത്തിന് വേറെ രണ്ട് യമന്മാരെ പോലെ ഈ രണ്ടുപേരും, അതാണ് ഇവിടെ യമൗജ എന്നാദ്യം പറയുന്നത്. യമൗന അവിടെ രണ്ടുപേർ എന്നുള്ള അർത്ഥമുണ്ട്. ആ രണ്ടുപേരും ഈ ലോകത്തിന് വേറെ രണ്ട് യമന്മാരായിട്ട് ജനിച്ചു. അവർ ജനിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആ സമയത്ത് അവരുടെ ഉൽപാദനം നടന്നതുകൊണ്ടാണ്. അങ്ങനെ ആ കശ്യപന്റെയും ദിതിയുടെയും മക്കളായി ഇവർ പുനർജനിക്കുകയാണ് ഈ ജയവിജയന്മാർ. ത്വദീയ ഭൃത്യാപത കാശ്യപാത്തവോ സുരാരി വീരാവുദിതൗ ദൗ സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടവോ യമൗചലോകസ്യ യമാവിവന്യവോ. ആ വിഭക്തിയിൽ അത് ചൊല്ലി പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം പറയാം. നമ്മുടെ ഞാൻ ചൊല്ലാതെ. ത്വദീയ ഭൃത്യാപത കാശ്യപാത്തവോ സുരാരി വീരാവുദിതൗ ദൗ സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടവോ യമൗജ ലോകസ്യ യമാവിവന്യവോ. ഇവന്ന് വെച്ചാൽ പോലെ, രണ്ട് കാലന്മാരെ പോലെ, അന്യകാലന്മാരെ പോലെ, രണ്ട് നേരത്തെയുള്ള കാലന്മാർ അല്ല, അല്ലാതെ അഡീഷണലായിട്ട് രണ്ട് കാലന്മാരെ പോലെ അവര് ജനിച്ചു എന്ന് പറയുകയാണ്. ലോകത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ, ആരെയും കൊല്ലുക മുതലായിട്ടുള്ള പ്രവൃത്തികളാണല്ലോ അവരുടെ പണി. അതുകൊണ്ടാണ് അങ്ങനെ യമനായിട്ട് അവരെ ചിത്രീകരിച്ചത്. 8ാമത്തെ ശ്ലോകം. ഇനി ആരാണ് ഇങ്ങനെ ജനിച്ചതെന്ന് പറയുകയാണ്. ഇതുവരെ പറഞ്ഞില്ല. നമ്മളിവിടെ ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവും നേരത്തെ പറഞ്ഞതുകൊണ്ട് അവരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. ഇനി നാരായണീയത്തിൽ പറയുകയാണ് ആരാണ് അങ്ങനെ ജനിച്ചതെന്ന്. ഹിരണ്യപൂർവ കശുപുർ കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാനിരുന്ധം നിജവാസനന്ധൗ. ഹിരണ്യപൂർവ കശുപുർ കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാനിരുന്ധം നിജവാസനന്ധൗ. ആരൊക്കെയാണ് ജനിച്ചതെന്നും അവരെന്താണ് ചെയ്തതെന്നും പറയുകയാണ്. ഹിരണ്യപൂർവ കശുപു. ഹിരണ്യ എന്നുള്ളത് പൂർവം, പൂർവം എന്ന് വെച്ചാൽ ആദ്യം, മുമ്പ്. അതാണ് ഹിരണ്യകശുപു. ഇവിടെ വൃത്തംപ്രാസത്തിന് വേണ്ടി അങ്ങനെ പൂർവ്വം ചേർത്തന്നേ ഉള്ളൂ. ഹിരണ്യകശുപു എന്നാ പേര്. അതായത് ഹിരണ്യ എന്നുള്ളത് ആദ്യമുള്ള കശുപു, അതായത് ഹിരണ്യകശുപു. അതാണ് ഹിരണ്യപൂർവ കശുപു ഏക കില, ഒരുത്തൻ. ഈ രണ്ടുപേരിൽ ഒരുത്തൻ കില അല്ലോ. ആരാണ്? ഹിരണ്യകശുപു അല്ലോ, ഹിരണ്യകശുപു ആണ്. ഒരാളുടെ പേര് ഹിരണ്യകശുപു എന്ന. ഹിരണ്യപൂർവ കശുപുർ കില ഏക, കില ഏക. പരോ ഹിരണ്യാക്ഷ, അന്യൻ. പരൻ എന്ന് വെച്ചാൽ അന്യൻ. പരഹ ഹിരണ്യാക്ഷൻ, ഒരുത്തൻ ഹിരണ്യകശുപു, മറ്റവൻ ഹിരണ്യാക്ഷൻ. ഇതി പ്രതീത, പ്രകാരം പ്രസിദ്ധന്മാരാണല്ലോ. പ്രതീതക്കില. ഇങ്ങനെ രണ്ടു പേര് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും ഇത്രയും രണ്ട് യമന്മാരായിട്ട് ഇവിടെ ജനിച്ചവരാണ്. അതുകൊണ്ടാണ് അങ്ങനെ പ്രതീത എന്ന് പറയുന്നത്, പ്രസിദ്ധന്മാരായി. ഹിരണ്യപൂർവ കശുപുർക്കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാ നിരുന്ധാം. ഇതാണ് അവർ ചെയ്തത്. എന്താണ്? ഉഭൗ രണ്ടുപേരും ഭവന്നാഥം അശേഷലോകം. ഭവന്നാഥം, ഈ ലോകത്തിന്റെ ഈശ്വരൻ ആരാണ്? യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പൻ തന്നെയാണേ. പക്ഷെ ഇവരാ ഈശ്വരത്വം ഏറ്റെടുത്ത് ഈ ഹിരണ്യകശിപു. ഞങ്ങൾ ആളുകളെ എന്തും ചെയ്യും, പ്രവർത്തിക്കും. അതായത് ഭഗവാന്റെ ആ നാഥൻ, ആ നാഥാവസ്ഥ ഇവര് ഇല്ലാതെയാക്കി പ്രവർത്തിച്ചു എന്ന് പറയുകയാണ്. അതാണ് ഉഭൗ ഭവന്നാഥം, അങ്ങ് നാഥനായിട്ടുള്ള ഈ അശേഷ ലോകം, 14 ലോകത്തിൻ്റെയും നാഥൻ ഭഗവാനാണല്ലോ. അത് മറന്നിട്ട് രുഷ. എന്തുകൊണ്ടാണ് ഒരു മറന്നുപോയത്? രുഷ, ദേഷ്യം വരുമ്പോൾ എല്ലാം മറക്കുമല്ലോ അല്ലേ? ക്രോധാദ്ഭവതി സമ്മോഹ എന്ന് നേരത്തെ ഗീത പറയുന്നില്ലേ? അതായത് ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും മറവി പറ്റും, സമ്മോഹമായി പോവും. അതാണ് രുഷ. രുട്ടെന്ന് വെച്ചാൽ കോപം, രുഷ എന്ന് വെച്ചാൽ കോപം കൊണ്ട് നെരുന്ധാം, ദ്രോഹിച്ചു എന്ന ഇവിടെ അർത്ഥം. അവര് ഭഗവാൻ നാഥനായിരിക്കുന്ന എല്ലാ ലോകത്തിനെയും അവർ ദ്രോഹിക്കാൻ തുടങ്ങി. അതാണ് ഉഭൗഭവന്നാഥം അശേഷ ലോകം. ഒന്നിനെയും വിട്ടില്ല, സ്വർഗം പാതാളം ഭൂമി ഇതിനെയെല്ലാം ഇവർ കയറി തകർക്കാൻ തുടങ്ങി. ഉഭൗഭവന്നാഥം അശേഷ ലോകം രുഷാൻ നിരുന്ധം, രുട്ടോടുകൂടി. ദേഷ്യഭാവമാണല്ലോ കൊടുത്തിരിക്കുന്നത്, വിദ്വേഷം അല്ലേ, എന്തോ സംരംഭയോഗം. അതുകൊണ്ട് അവർക്ക് എല്ലാത്തിനോടും ദേഷ്യം, നല്ലതിനോടെല്ലാം ദേഷ്യം. അതാണ് ഇവിടെ പറയുന്നത്. രുഷ, രുട്ടുകൊണ്ട് നിരുന്ധാം നിജവാസനാന്തവും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? നിജവാസന,
നമ്മളെല്ലാം ഓരോ പ്രവൃത്തി ചെയ്യുന്ന നമ്മുടെ വാസനയ്ക്കനുസരിച്ച് നമ്മൾ പറയാറില്ല, അതവൻ്റെ വാസനയാണ്, അതാ അങ്ങനെയൊക്കെ കാണിക്കുന്നത്. മോഷണം നടത്തിയ അവൻ്റെ വാസന. ഇവിടെ ഈ ആ രുട്ട് വരുന്നതെന്ന് വെച്ചാൽ നിജവാസന കൊണ്ട്, തൻ്റെ സ്വന്തം വാസന കൊണ്ട് അന്ധരായി മാറിയത് കൊണ്ട്. അതായത് അവർക്ക് ആസുരികമാണ് അവരുടെ വാസന മൊത്തം. അതുകൊണ്ടാണ് ഈ ഭഗവാൻ നാഥനായിരിക്കുന്ന ലോകത്തെയൊക്കെ അവർക്ക് ദ്രോഹിക്കണമെന്ന് തോന്നുന്നത്. അതാ നിജവാസന അന്ധവും, നിജവാസന സ്വന്തം വാസന കൊണ്ട് അന്ധന്മാരായിരിക്കുന്ന അവർക്ക് അങ്ങനെ ഒരു വാസന കിട്ടാനല്ലേ ശാപം കിട്ടിയത്. അങ്ങനെ അന്ധന്മാരായി തീർന്നവർക്ക് നേർവഴി ചിന്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ നിന്ദിക്കുക, ഭഗവാന്റെ ഭക്തന്മാരെ ഉപദ്രവിക്കുക, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. ഇതാണ് രുഷാനരുന്ധാം നിജവാസനാന്തവൂ. സ്വന്തം വാസന കൊണ്ട് സത്യബോധം മറഞ്ഞവരായ അവർ, ഭഗവാനാണ് ഈ ലോകത്തിൻ്റെ എല്ലാം നാഥൻ എന്നുള്ള ആ ഒരു സത്യസ്ഥിതി അവർക്ക് പിടികിട്ടുന്നില്ല, അവർ മറന്നുപോയി. അതാണ് ഹിരണ്യപൂർവ കശുപുർ കിലൈക പരോഹിരണ്യാക്ഷ ഇതി പ്രതീത. ഇതെന്ന് വെച്ചാൽ ഇപ്രകാരം പ്രതീത, പ്രതീതക്കില പ്രസിദ്ധന്മാരാണല്ലോ. ഉപഊഭവന്നാഥമശേഷലോകം രുഷാനെരുന്തം എന്താന്ന് വെച്ചാൽ ദ്രോഹിച്ചു, രുഷ ദേഷിച്ച്, നിജവാസനാന്ധവും തൻ്റെ തങ്ങളുടെ സ്വന്തം വാസനയ്ക്കനുസരിച്ച്, കണ്ണു കാണാൻ വയ്യ അന്ധർ, അസത്യത്തിൽ മുഴുകിക്കൊണ്ട്, ജ്ഞാനത്തിൽ മുഴുകിക്കൊണ്ട് അവർ ഈ പ്രവൃത്തികളെല്ലാം ചെയ്തു എന്ന് പറയുകയാണ്. ഒന്നുകൂടെ ചൊല്ലാം. ഹിരണ്യപൂർവ കശുപുർക്കിലൈക പരോഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാനരുന്ധാം നിജവാസനാന്ധവും. അല്ലേ 8ാമത്തെ ശ്ലോകം. ഇനി 9ാമത്തത് വീണ്ടും പറയുകയാണ്. തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്ത വൈരീ ഭവത്പ്രിയാം ക്ഷമാം സലിലേ നിമജ്യ ചചാര ഗറുവാത് വിനദൻ ഗദാവാൻ. ആദ്യത്തവന്റെ കാര്യം പറയാം, അതായത് 2ാമത്തെ ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു എന്ന് പറയാണ്. അതാണ് തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ. ഹിരണ്യാക്ഷൻ മഹാസുരേന്ദ്രൻ എടുത്തോണം, മഹാസുരേന്ദ്രനല്ല, മഹാസുരേന്ദ്രൻ, സുരേന്ദ്രന്മാരിൽ മഹാൻ. സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ സൂപ്പർലേറ്റീവ്, പിന്നെ ആ അർത്ഥത്തിലാ മഹാസുരേന്ദ്രൻ എന്ന് പറയുന്നു. മഹാസുരേന്ദ്രൻ, സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ മഹാ എന്ന് വെച്ചാൽ അത്രയും അവന്റെ ആസുരീയ പ്രവർത്തികൾ കാണിക്കാൻ വേണ്ടിയാണ് മഹാസുരേന്ദ്രോ. തയോർ രണ്ടുപേരിലും, തയോർ എന്ന് വെച്ചാൽ അവർ രണ്ടിലും വെച്ച് ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ, ആ ഹിരണ്യാക്ഷൻ എന്ന ആ അസുര പ്രമുഖൻ എന്ത് ചെയ്തു? രണായ ധാവൻ അനവാപ്ത വൈരി. അയാൾ എന്താണ്? അസുരന്മാരുടെ പണി എപ്പോഴും യുദ്ധം ചെയ്യാന്നുള്ളതാണല്ലോ, അവർക്ക് സമാധാനമില്ല, അവരുടെ ഉള്ളിൽ എപ്പോഴും യുദ്ധമാണ് അവർക്ക്. അതാണ് രണായ, രണായ ധാവൻ. ധാവൻ എന്ന് വെച്ചാൽ ഓടി നടക്കുക, യുദ്ധം ചെയ്യണം അവർക്ക്. അതുകൊണ്ട് അവർ ഈ രണത്തിന് വേണ്ടി ധാവൻ ഓടി നടക്കുന്നവരായിട്ട്, പക്ഷേ അനവാപ്ത വൈരി, അവരോട് എതിർക്കാൻ ആർക്കും ധൈര്യമില്ല. അത്രയും ഭീമാകാരന്മാരായിട്ടുള്ളവരെ ആരെതിർക്കും? അതുകൊണ്ട് അനവാപ്ത വൈരി, ഒരു വൈരിയെ അവർക്ക് കിട്ടുന്നില്ല, ഇവന് കിട്ടുന്നില്ല. അതായത് ഇവന് എല്ലാവരോടും യുദ്ധം ചെയ്യണം, പക്ഷെ അവനൊത്ത ഒരുത്തനോടല്ലേ യുദ്ധം ചെയ്യാൻ പറ്റൂ, അല്ലാത്തവർ ഓടി ഒളിച്ചളയത്തില്ലേ, അതുകൊണ്ട് യുദ്ധം നടക്കുന്നില്ല. അതാണ് അനവാപ്ത വൈരി, വൈരിയെ ലഭിക്കാത്തവനായി. യുദ്ധത്തിന് വേണ്ടി ഓടി നടന്നിട്ടും ഈ യുദ്ധത്തിന് പറ്റിയ ആളുകളെ കിട്ടുന്നില്ല. അതാണ് തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ. ധാവൻ എന്ന് വെച്ചാൽ ഓടുക. ആരെ കണ്ടാലും യുദ്ധം ചെയ്യാനായുള്ള വാസന, പക്ഷെ തനിക്ക് ഒത്ത വൈരി വേണ്ടേ? അതാണ് അനവാപ്ത വൈരി. വൈരിയെ കിട്ടാഞ്ഞിട്ട് എന്ത് ചെയ്തു? വേറൊരു പണി കാണിച്ച്. ഭവത്പ്രിയാം ക്ഷമാം സലിലേ നിമജ്യ. ഭൂമിയെ പിടിച്ച് വെള്ളത്തിലാക്കി. അന്നേരം ഭൂമിയെ പിടിക്കുമ്പം ഭൂമിയെ ഒരുപാട് പേര് താമസിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരാരെങ്കിലും ഒക്കെ എന്തിനാ പ്രതിഷേധിക്കാൻ വരട്ടെ? അല്ലെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ഭാര്യയായിട്ടാണല്ലോ ഭൂമി ദേവിയെ കരുതുന്നത്. അന്നേരം മഹാവിഷ്ണു തന്നെ വരട്ടെന്നുള്ള മട്ടിലും ഇത് ചെയ്യാം അല്ലേ? ആ ഭാര്യ എന്ത് ചെയ്തു? ഭവത്പ്രിയാം ക്ഷമാം, അങ്ങയുടെ പ്രിയയായിരിക്കുന്ന ക്ഷമ എന്ന് വെച്ചാൽ ഭൂമി, ഭൂമി ദേവിയെ ഇയാള് സലിലേ നിമജ്യ കൊണ്ടുവന്ന് സമുദ്രത്തിൽ മുക്കി വെച്ചു. സല്ലെന്ന് വെച്ചാൽ വെള്ളം, ഇവിടെ ഉദതി, ഉദതിയിൽ കൊണ്ടുവന്ന് നിമജ്യ മുക്കിയിട്ട് ചചാര ഗർവാദിനദൻ. ചചാര എന്ന് വെച്ചാൽ സഞ്ചരിച്ചു. ഗർവാദ് അന്നേരം ഇയാളുടെ ഉള്ളിൽ ഗർവമാണ്, അതാണ് അസുരന്മാരുടെ താൻ ഭാവം. അത് ഇവർക്കുണ്ട്. അതാണ് ഗർവാദ് വിനദൻ, അഹങ്കാരം കൊണ്ട് അട്ടഹസിക്കുകയാണ്. വിനദൻ എന്ന് വെച്ചാൽ അട്ടഹാസം.
ലക്ഷ്മി ഭൂമി ദേവിയെ പിടിച്ച് സമുദ്രത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് ഇയാൾ അട്ടഹസിച്ച് അഹങ്കാരിയായിട്ട് നടന്നു എന്ന് പറയുകയാണ്. ഗദാവാൻ, ഗദയും പിടിച്ചുകൊണ്ട് ആരുണ്ട് എന്നോട് എതിർക്കാൻ? സാക്ഷാൽ ഭൂമിയെ ഞാൻ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ആരെങ്കിലും എതിർക്കാൻ വരട്ടെ, വന്ന് ഭൂമിയെ വീണ്ടെടുത്തുള്ളൂ എന്നാണ് അയാളുടെ ഭാവം. അതാണ് ചചാര ഗറുവാത് വിനദൻ എന്ന് വെച്ചാൽ അട്ടഹസിച്ചുകൊണ്ട് ചചാര ഇവിടെ എല്ലാം സഞ്ചരിച്ചു. ഗദാവാൻ, ഗദയുള്ളവനായി. ഒരു ഗദ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ പണിയെല്ലാം കാണിക്കുന്നത്. അഹങ്കാരത്തിന്റെ ഒരു സൂചനയാണ് ഗദ. തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ അനവാപ്തവൈരി. രണായ ധാവൻ, യുദ്ധത്തിന് വേണ്ടി ധാവൻ, എന്നിട്ട് അനവാപ്ത വൈരി. വൈരി എന്ന് വെച്ചാൽ ശത്രു. ശത്രുവിനെ കിട്ടിയില്ല. ഭവത് പ്രിയാം ക്ഷമാം സലിലേ നിമജ്യ. നിമജ്യ വെച്ചാൽ മുക്കിയിട്ട്, ഭൂമിയെടുത്ത് ഉണ്ടിയെന്ന് വെള്ളത്തിൽ മുക്കിയിരിക്കുക. ചചാര ഗറുവാത് വിനദൻ ഗദാവൻ. അല്ലേ? ഇവിടെ മഹാവിഷ്ണുവിനെ തന്നെ വരുത്താനാണ് ഇയാളെ ശ്രമം. കാരണം ഭാര്യയെ പിടിച്ചോണ്ടുപോയാൽ മഹാവിഷ്ണു വരുമല്ലോ വീണ്ടെടുക്കാനായിട്ട്. അതുപോലെയല്ലേ രാവണനും ചെയ്തത്, സീതയെ പിടിച്ചോണ്ടുപോയി. അന്നേരം രാമനോട് എതിർപ്പ് കാണിക്കാൻ വേണ്ടി. അങ്ങനെയുള്ളൊരു സൂചനയാണ് ഇവിടെ വരുന്നതേ. ഭവത് പ്രിയാം ക്ഷമാം സലിലേ നിമജ്യ ചചാര ഗറുവാത് വിനദൻ ഗദാവൻ. 10ാമത്തെ ശ്ലോകം. അങ്ങനെ ഇയാൾ ഓടി നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? തതോ ജലേശാ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയൻ സ്ത്വാം ഭക്തൈകദൃശ്യസ്സ കൃപാനിധേ ത്വം നിരുന്ധിരോഗാൻ മരുതാലയേശാം. തതഃ ജലേശാ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയൻ ത്വാം. തതഃ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ത്വാം ഗവേഷയൻ ബഭ്രാമ ഗവേഷയൻ ത്വാം ഭക്തൈക ദൃശ്യ സകൃപാനിധേ ത്വം നിരുന്ധിരോഗാൻ മരുതാലയേശ. നിരുന്ധിരോഗാൻ, എൻ്റെ രോഗങ്ങളെയൊക്കെ ഒന്ന് തടയണേ ഗുരുവായൂരപ്പ, മരുതാലയേശ. അതല്ലാതെ ചേർത്തിലും പറയുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഭഗവാൻ എൻ്റെ രോഗങ്ങളെ ഒന്ന് മാറ്റിത്തരണേ. എന്നാൽ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ രോഗങ്ങളൊക്കെ മാറും ഈ നാരായണീയം ചൊല്ലുമ്പോൾ. എന്താണ് പറയുന്നത്? തതഹ, അനന്തരം, ജലേശാത്. ജലേശ എന്ന് വെച്ചാൽ വരുണൻ. ഇയാൾ നേരെ വരുണൻ്റെ അടുക്കെ ചെന്ന്, വരുണൻ വലിയ വരുണഭാഷയൊക്കെ ഉള്ള വലിയ ശക്തിമാനല്ലേ. അന്നേരം വരുണൻ പറഞ്ഞു, അയ്യോ എനിക്ക് നിങ്ങളോടൊന്നും എതിർക്കാനുള്ള കഴിവൊന്നും ഇല്ലേ. ഇതാണ് തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ. വരുണനാണ് പറഞ്ഞു കൊടുത്തത്, മഹാവിഷ്ണുവിനെ പോയി പോരിന് വിളിച്ചോളൂ, നിങ്ങൾ അങ്ങയ്ക്ക് പറ്റിയത് അതേ ഉള്ളൂ. അതാണ് ഈ മൂഢന്മാരുടെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരങ്ങ് വിശ്വസിക്കും. മഹാവിഷ്ണുവിനെ പോയി വിളിച്ചോളൂ എന്ന് അങ്ങയ്ക്ക് യോഗ്യനായിട്ടുള്ളത്, ശത്രുവായിട്ട് യോഗ്യനായിട്ടുള്ളത് മഹാവിഷ്ണു ആണെന്ന് വരുണനിൽ നിന്ന് ലഭിച്ചു വാർത്ത. അതാണ് തഥാ ജലേശാ സദൃശം ഭവന്തം നിശമ്യ. തനിക്ക് സദൃശനായി അങ്ങയെ കേട്ടിട്ട്, അതായത് വരുണനിൽ നിന്ന് കേട്ടിട്ട്, തനിക്ക് യോഗ്യനായി, ശത്രുവായി യുദ്ധം ചെയ്യാൻ യോഗ്യനായി അങ്ങയാണ് സദൃശൻ. സദൃശൻ എന്ന് വെച്ചാൽ തുല്യം, എനിക്ക് തുല്യം. ഒരു ശത്രുവും തുല്യന്മാരോടല്ലേ ഏറ്റുമുട്ടാവൂ. അങ്ങനെയുള്ള തുല്യതയുള്ളത് മഹാവിഷ്ണുവാണെന്ന് വരുണൻ പറഞ്ഞു കൊടുത്തു. എങ്ങനെങ്കിലും എൻ്റെ കഥ കഴിയട്ടെന്ന് വിചാരിച്ചാൽ വരുണൻ അത് പറഞ്ഞു കൊടുത്തതേ. അതാ തതോ ജലേശാ സദൃശം ഭവന്തം നിശമ്യ. ഇവിടെ ഈ സദൃശം ഭവന്തം എന്ന് പറയുമ്പോൾ ഭഗവാൻ എല്ലാവർക്കും സദൃശനാ, അല്ലേ? യുദ്ധത്തിന് വേണമെങ്കിൽ അതിന് സദൃശൻ, ഭക്തന് വേണമെങ്കിൽ ആ രീതിയിൽ കരുണയുള്ളവൻ. അതാണ് സദൃശം ഭവന്തം എന്നുള്ള അങ്ങനെ അർത്ഥം കൂടെ എടുക്കണം. അങ്ങയ്ക്ക് അനുരൂപനാണല്ലോ, സർവലോകാനുരൂപായ എന്ന് പറയത്തില്ലേ, ആർക്കും അനുരൂപമായ പ്രവൃത്തിയുള്ളവൻ അല്ലെങ്കിൽ രൂപമുള്ളവൻ, ഇല്ലേ? മാം യഥാമാം പ്രപദ്യന്തേ താം തദൈവ ഭജാമ്യഹം എന്ന് ഗീത പറയും. യഥാമാം പ്രപദ്യന്തേ, ആരെങ്ങനെ എന്നെ ആശ്രയിക്കുന്നോ അവരെ ഞാൻ അങ്ങനെ അങ്ങ് അനുഗ്രഹിച്ചോളും. എനിക്ക് ഏതിനും കഴിവുണ്ട്, അല്ലേ? ഭഗവാന്റെ ഒക്കെ പോയി നമ്മൾ തുച്ഛമായിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു പനി മാറ്റണേ എന്ന് ഗുരുവായൂരപ്പൻ്റെ ഒക്കെ പറഞ്ഞാൽ ഭഗവാൻ പനി മാറ്റിത്തരും, അല്ലേ? അതിനേക്കായി എന്തെല്ലാം ചോദിക്കാനുണ്ട് ഭഗവാന്റെ അടുക്കെ. അതുകൊണ്ട് ചോദിക്കുന്നതേ കിട്ടൂ. അതാണ് യഥാമാം പ്രപദ്യന്തേ, ആരെങ്ങനെ എന്നെ ആശ്രയിക്കുന്നുവോ അവരെ ഞാൻ ആ രീതിയിൽ അനുഗ്രഹിക്കും. അതാണ് ഇവിടെ ആ സദൃശംഭവത്തിന് ആ അർത്ഥവും കൂടെ നമ്മൾ എടുക്കണം. ഭഗവാൻ ആർക്കും അനുരൂപനാ, ഏത് രീതിയിലും ഭഗവാനെ നമുക്ക് പ്രാപിക്കാം നമ്മുടെ ഇഷ്ടം. ഇവിടെ ശത്രുവായിട്ടാണ് ഭഗവാനെ വേണ്ടത്.
അന്നേരം വരുണൻ പറഞ്ഞു കൊടുത്ത എല്ലാത്തിനും അനുരൂപനായിട്ട് ഒരാളുണ്ട്, മഹാവിഷ്ണുവിനെ പോയി കണ്ടോളൂ എന്ന്. അതാണ് തതോ ജലേശാ സദൃശം ഭവന്തം നിശമ്യ. ഈ ജലേശാത് നിശമ്യ, വരുണനെന്ന് കേട്ടിട്ട് ബഭ്രാമ ഗവേഷയൻ സ്ത്വം, ഇയാൾ ഓടി നടക്കുകയാണ്. ബഭ്രാമ, എന്തിനാ ഓടി നടന്നത്? ത്വാം ഗവേഷയൻ, അങ്ങേ അന്വേഷിച്ചു. ഗവേഷണം ചെയ്യുന്ന അന്വേഷിച്ച് ഭഗവാൻ എവിടെ ഉണ്ടെന്ന് ഈ ഹിരണ്യാക്ഷൻ അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം ഒരു സദൃശനായ ഒരാളെ കിട്ടി, അല്ല കേട്ട് ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന്. അതിനു വേണ്ടി ഇയാൾ ഓടി നടക്കുക. ഭക്തൈക ദൃശ്യ സകൃപാനിതേത്വം, ഭക്തൈക ദൃശ്യ, ഇത് ഭഗവാന്റെ വിശേഷണമായിട്ട് പെട്ടെന്ന് ചേർത്തിരിക്കുകയാണേ. ഭക്തൈക ദൃശ്യ, ഭക്തന്മാർക്ക് മാത്രം ദൃശ്യനായിരിക്കുന്നവനാണ് ഭഗവാൻ. അല്ലാതെ ഒരു പണിയുണ്ടും ഭഗവാനെ പിടിക്കാൻ പറ്റില്ല, അല്ലേ? ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യച്ചാസ്മി തത്വതഃ എന്ന് ഭഗവത്ഗീത പറയും. ഭക്ത്യാമാം അഭിജാനാതി, ഭക്തി കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്നെ പിടികിട്ടുകയുള്ളൂ, മനസ്സിലാക്കാൻ പറ്റൂ. അതാണ് ഇവിടെയും പറയുന്നതേ. ഭക്തൈക ദൃശ്യ, ഭക്തന്മാർക്ക് മാത്രം ദൃശ്യനായിട്ടുള്ളവനാണ് ഭഗവാൻ. സ കൃപാനിധേ, അങ്ങനെയുള്ള കൃപാനിധിയായിരിക്കുന്ന ഭഗവാനെ ത്വം അങ്ങ് നിരുന്തിരോഗാൻ മരുതാലയേശ, എൻ്റെ രോഗങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തരണേ ഭഗവാനെ. ഇങ്ങനൊക്കെ ഭക്തന്മാർക്ക് മാത്രം ദൃശ്യനായിരിക്കുന്ന ഭഗവാനാവുമ്പോൾ എനിക്കും ദൃശ്യപ്പെടണമല്ലോ. ഞാനിവിടെ ഭക്തനായിട്ട് വന്നിരുന്ന് ഈ രചന നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ഗുരുവായൂര് ഭജന ഇരിക്കുകയല്ലേ. അതുകൊണ്ട് എന്നിൽ എന്തായാലും ഭഗവാൻ പ്രസാദിക്കും എന്നുള്ള ആ ഒരു ഒരു സൂചനയും കൂടി ഇവിടെ കൊടുക്കുകയാണ്. അതാണ് ഭക്തൈക ദൃശ്യസ കൃപാനിധേ, കൃപയുടെ ഇരിപ്പിടമാണ്, കരുണാകരനാണ് ഭഗവാൻ. അതാണ് കൃപാനിധേ, നിധിയായിരിക്കുന്ന ത്വം അങ്ങ് നിരുന്തിരോഗാൻ, എൻ്റെ രോഗമൊക്കെ ഒന്ന് തടയണമേ മരുതാലയേശ, അല്ലയോ ഗുരുവായൂരപ്പ. തതോ ജലേശാൽ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്ത്വം, ഭക്തൈക ദൃശ്യസ കൃപാനിധേ ത്വം നിരുന്ധിരോഗാൻ മരുതാലയേശ. അതാണ് 10 ശ്ലോകം. വളരെ എളുപ്പമുള്ള കഥയായതുകൊണ്ട് നമുക്ക് കൂടുതൽ പറയാനില്ല. ഞാനതൊന്ന് വായിക്കാം, സമയമുണ്ട് നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യോത്തരം. ദശകം 11. ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശുപുവിന്റെയും ഉൽപ്പത്തി. ക്രമേണ സർഗേ പരിവർത്തമാനേ കഥാവിധിവിയാസനകാദയസ്തേ ഭവദ്ദിലോകായ വികുണ്ഡലോകം പ്രവേദിരേ മാരുതമന്ദിരേശ. മനോജ്ഞനൈശ്രേയസകാനനാദ്യൈരനേകവാപീ മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യ. ഭവദ്ദിദർക്ഷോൻ ഭവനം വിവിക്ഷോൻ ദ്വാസ്തൗ ജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ. വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാബ്ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്തു ദിനേ മധുസ്താൻ. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരം സാർപ്പിതചാരുബാഹു ആനന്ദയം സ്ഥാൻ അഭിരാമമൂർത്തിയാ. പ്രസാദഗീർഭിർസ്തുവദോ മുനീന്ദ്രാൻ അനന്യനാഥാവത പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈർതൃഭിർ മാമുപേതമിത്യത്തകൃപം നഗാദി. ത്വദീയഭൃത്യാവത കാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ ദിദൗ ദൗ സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവന്യൗ. ഹിരണ്യപൂർവ കശുപുർക്കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാനിരുന്ധം നിജവാസനന്തൗ. തയോർഹിരണ്യാക്ഷമഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരീ ഭവത്പ്രിയാം ക്ഷമാം സലിലേ നിമജ്യ ചചാരഗർവാത്തിനതൻ ഗതാവാൻ.
തതോ ജലേശാൽ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമഗവേഷയൻ സ്വാം ഭക്തൈകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്ധിരോഗാൻ മരുതാലയേശ. ഇനി എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം, സംശയങ്ങളൊക്കെ ചോദിക്കാം. സാറ് ഇടയ്ക്ക് പറഞ്ഞ ആ ശ്ലോകം അത് ഏതിലുള്ള ശ്ലോകം സാറ്? ഏതാ ഇടയ്ക്ക് ചൊല്ലിയില്ലേ ആ ശ്ലോകം ഗണപതിയുടെ ഒക്കെ ആ പരശുരാമന്റെ? അതെ, ഒരു പുരാണ കഥയുണ്ട്. ഗണപതിയുടെ കൊമ്പൊടിഞ്ഞതിന് വള്ളത്തോളിന്റെ ശിഷ്യനും മകനും എന്നൊരു കൃതിയുണ്ട്. ഞാൻ അതിലെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ഒന്ന് ചൊല്ലിയെന്നേ ഉള്ളൂ. വള്ളത്തോളിന്റെ ശിഷ്യനും മകനും. അവിടെ ശിഷ്യനാണ് പരശുരാമൻ, മകനാണ് ഗണപതി. അങ്ങനെ വള്ളത്തോൾ ഒരു സന്ദർഭം എടുത്തിട്ട് ഇങ്ങനെ ഒരു പറഞ്ഞെന്നേ ഉള്ളൂ. മനോഹരമായ ഒരു ഖണ്ഡകാവ്യമാണ് ശിഷ്യനും മകനും. ആ, സംശയം എന്താ ഉണ്ടിനി? നമസ്തേ സാറേ. സാറേ, നമുക്ക് ഈ 1ഉം 2ഉം ശ്ലോകം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരണം സാറേ. ഈ ആൾക്കാരുടെ അൺമ്യൂട്ട് ചെയ്യാത്തോണ്ട് നമുക്ക് ഏത് ഭയങ്കര ശ്ലോകം? ശ്ലോകം 1ഉം 2ഉം അതേ അൺമ്യൂട്ട് ഒന്നും ചെയ്യാത്തോണ്ട് രണ്ടും കേട്ടോ. നമ്മൾ ആ റെക്കോർഡിങ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്യുന്നവർക്കും കൂടെ സൗകര്യമായിരുന്നു. ക്രമേണ സർഗേ പരിവർത്തമാനേ കഥാപി ദിവ്യാസനഗാതയസ്തേ. ക്രമേണ സർഗേ പരിവർത്തമാനേ. സർഗം എന്ന് വെച്ചാൽ സൃഷ്ടി. സൃഷ്ടി ഇങ്ങനെ ക്രമമായിട്ട്, നേരത്തെ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞല്ലോ, സ്ത്രീ പുംസം, സ്ത്രീയും പുരുഷനുമായിട്ട് ശതരൂപയും സ്വയംഭൂവായിട്ട് മാറിയെന്ന് പറഞ്ഞു ബ്രഹ്മാവ് തന്നെ, അജൻ. അത് കഴിയുമ്പോഴത്തേക്ക് ക്രമേണ പലതരത്തിലുള്ള സൃഷ്ടി, സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട്. അതാണ് ക്രമേണ സർഗേ പരിവർത്തമാനേ. അതിങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ കഥാപി ദിവ്യ, കഥാപി എന്ന് വെച്ചാൽ ഒരിക്കൽ, ഒരു ദിവസം, ദിവ്യാസനഗാതയൻ തേ, ആ തേന്ന് വെച്ചാൽ അവർ, ആ സനകാദികൾ, ആ സനകാദികൾ ദിവ്യന്മാരാണല്ലോ. ആ 4 പേര് നൈഷ്ഠിക ബ്രഹ്മചാരികളായ അവരെന്ത് ചെയ്തു? ഭവദ്വിലോകായ, അങ്ങയെ കാണാൻ വേണ്ടി വികുണ്ഠലോകം പ്രവേദിരേ. വികുണ്ഠലോകം, യാതൊരു തടസ്സവും ഇല്ലാത്ത, ആർക്കും അവിടെ, എല്ലാവരും വിഷ്ണുപാർഷദന്മാരായിട്ട് അവിടെ കഴിയുന്നതേ. എന്നിട്ട് ആരാരെ തടയാൻ? അതുകൊണ്ടാണ് വികുണ്ഠലോകം പ്രവേദിരേ എന്ന് വെച്ചാൽ എത്തിച്ചേർന്നു. മരുത മന്ദിരേശ, അല്ലയോ ഗുരുവായൂരപ്പ, അതാണ് എൻ്റെ അർത്ഥം. ആ സനകാദികൾ വൈകുണ്ഠത്തിൽ ചെന്നു എന്ന് പറയുകയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ. മനസ്സിലായില്ലേ? ആദ്യത്തെ ശ്ലോകം മനസ്സിലായോ? മനസ്സിലായി സാറേ, മനസ്സിലായി. ഇനി രണ്ടാമത്തത്. മനോജ്ഞനായി ശ്രേയസകാനനാദ്യൈരനേകവാപീ മണിമന്ദിരൈശ്ച. മനോജ്ഞൻ ഐശ്രേയസകാനനം. ഇവിടെ കാനനം എന്ന് പറയുന്ന ഉദ്യാനം. ആ വൈകുണ്ഠത്തിലെ ഉദ്യാനത്തിന്റെ പേരാണ് നൈശ്രേയസം. അത് മനോജ്ഞമാണെന്ന് പറയുകയാണ്. ഭഗവാന്റെ ഉദ്യാനം മനോജ്ഞമല്ലേ? ആയിരിക്കണമല്ലോ. നമ്മുടെ വീട്ടിലെ തന്നെ ഉദ്യാനം നല്ല ഭംഗിയുള്ളതാകുമ്പോൾ ഭഗവാന്റെ ഉദ്യാനം എന്തായിരിക്കും? അതായത് ഭംഗിയുള്ള ആ നൈശ്രേയമെന്ന ആ കാനനം മുതലായ ആദ്യൈ വെച്ചാൽ അത് മാത്രമല്ലല്ലോ, തുടങ്ങിയവയും അനേക വാപീ മണിമന്ദിരം. അനേകം വാപി, വാപി എന്ന് വെച്ചാൽ കുളം, നീന്തൽ കുളങ്ങളും എല്ലാം ആവാം, പൊയ്കകളും എല്ലാം. വാപി മണിമന്ദിരം, മണിമന്ദിരങ്ങൾ, രത്നമയങ്ങളായ കൊട്ടാരങ്ങളും ഒക്കെ ഉള്ള ആ വൈകുണ്ഠം. അതാ ഞാൻ പറഞ്ഞല്ലോ, ഭാഗവതത്തിൽ അത് വിശേഷമായിട്ട് വൈകുണ്ഠ വർണ്ണനയുണ്ട്. അത് വായിച്ചു നോക്കുക. മനോജ്ഞനൈശ്രേയസകാനനാദ്യൈരനേകവാപീ മണിമന്ദിരൈശ്ച. വാപി എന്ന് വെച്ചാൽ പൊയ്ക. അനോപമം തം ഭവതോ നികേതം. നികേതം വെച്ചാൽ വാസസ്ഥലം, വീട്. എന്താണ് അനോപമം? ഉപമിക്കാൻ കഴിയാത്തത്, വേറൊന്നില്ലാത്തത്. അതാണ് അനോപമം തം ഭവതോ, ആ അങ്ങയുടെ വാസസ്ഥലം. ഭവതോ നികേതം, തം എന്നുവെച്ചാ ഈ വർണ്ണിച്ച ആ വാസസ്ഥലം ഉണ്ടല്ലോ, അത് അനോപമം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ എല്ലാം ആയല്ലോ. ബാക്കി വിശേഷണങ്ങളൊന്നും വേണ്ട. കാരണം അതിന് ഉപമിക്കാൻ വേറൊന്നില്ല. മുനീശ്വര പ്രാപു. ഈ മുനീശ്വരന്മാര് ആരാണ്? ഈ സനകാദികൾ. പ്രാപു പ്രവേശിച്ചു. അതീത കക്ഷിയ. കക്ഷി എന്ന് വെച്ചാൽ മതിലുകൾ. അതാണ് നമ്മൾ 7 മതിലുണ്ടെന്ന് പറഞ്ഞത്. വൈകുണ്ഠത്തിൽ കയറാൻ 7 മതിൽ വേണം. പക്ഷെ ഇവിടെ 6 മതിൽ കടന്ന് 7ാമത്തെ മതിലിന്റെ പ്രവേശന ദ്വാരത്തിലാണ് ഈ ജയവിജയന്മാർ നിൽക്കുന്നത്. അവിടെ വെച്ചാണ് ഇവർ തടയപ്പെട്ടത്.
അത് ഭാഗവത്തിലുണ്ട്, 7 ഉണ്ടെന്ന്. ഇവിടെ അത് പ്രത്യേകം പറയുന്നില്ല. അതീത കക്ഷിയാന്നാ പറയുന്നത്. അതായത് 6 ആ, ഈ മതിലുകൾ കടന്ന് അപ്പുറം എത്തി. മനോജ്ഞനൈ ശ്രേയസകാനനാദ്യൈർ അനേകപാപീ മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീത കക്ഷ്യ. കക്ഷി എന്ന് വെച്ചാൽ മതിലുകൾ. ഈ 2 ശ്ലോകങ്ങളേ ഉള്ളോ? അത് മനസ്സിലായി സാറേ. ഉറക്കെ പറ. അല്ല, ഇത് രണ്ടും മനസ്സിലായി. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് സമയമുണ്ട്. എല്ലാം ഒന്ന് പറഞ്ഞു തരാമോ സാറേ? എല്ലാം ഒന്ന് ഓടിച്ചു പറയാമോ? ഏതാ? എല്ലാ ശ്ലോകവും ഒന്ന് ഓടിച്ചു പറയാമോ? ആ ആ ആ ആ ഭവദ്ദിദർക്ഷോൻ ഭവനം വിവേക്ഷോൻ. ഭവദ്ദിദർക്ഷോൻ, അങ്ങയെ കാണുന്നതിന് വേണ്ടി. അതാണ് ഭവദ്ദിദർക്ഷോൻ ഭവനം വിവിക്ഷോൻ. ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നവരായി. നമ്മളൊരാളെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കല്ലേ പോകേണ്ടത്. അതുകൊണ്ട് അങ്ങയുടെ വീട്ടിൽ പ്രവേശിക്കുന്നവരായി. എന്തിനു വേണ്ടി? ഭവദ്ദിദർക്ഷോൻ, അങ്ങയെ കാണാൻ വേണ്ടി. ദോസ്തൗ ജയസ്ഥാൻ വിജയോപ്യരുന്താം. ദോസ്തം എന്ന് വെച്ചാൽ ദ്വാരപാലകന്മാർ ആയ ജയനും വിജയനും താൻ അവരെ അരുന്ധാം തടഞ്ഞു. അവരെ തടയപ്പെട്ടു. അങ്ങോട്ട് കടന്നു പോയപ്പോഴത്തേക്ക് അവര് ഈ ജയവിജയന്മാർ അവരെ തടഞ്ഞു. ജയവിജയന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ദോസ്തവും 2 ദ്വാരപാലകന്മാർ ആയ കാവൽക്കാര് അവര് തടഞ്ഞു. തേഷാം ചിത്തേ പദമാപകോപ. തേഷാം എന്ന് വെച്ചാൽ ഇവരുടെ സനകാദികൾ, അവരുടെ മനസ്സിൽ കോപം സ്ഥാനം പിടിച്ചു. പദം ആപ, ആ കോപത്തിന്റെ സ്ഥാനം അവരുടെ ചിത്തത്തിൽ മനസ്സിലുണ്ടായി. ഈ പ്രവൃത്തി കണ്ടിട്ട് സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. പ്രേരണയാ ഏവ, എല്ലാം അങ്ങയുടെ പ്രേരണ കൊണ്ടാണ് നടക്കുന്നത് ഈ ലോകത്ത്. ഇവർക്ക് കോപം ഉണ്ടായതും ഭഗവാന്റെ പ്രേരണ എന്ന് വിചാരിച്ചാൽ മതി. കാരണം ഭഗവാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഭാവി അറിയാമല്ലോ. ഇനി ഇവരെ കൊണ്ടാണ് ഒരുപാട് ധർമ്മ സംരക്ഷണം നടത്തേണ്ടതേ ഭഗവാന്. അതുകൊണ്ടാണ് സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. അതാണ് 3-ാമത്തെ ശ്ലോകം. 4-ാമത്തത് വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടവോ. അങ്ങനെ ഈ വൈകുണ്ഠലോകത്തിന് ഉചിതമല്ലാത്ത പ്രവർത്തികൾ ചെയ്തവരായ പ്രചേഷ്ടവോ കഷ്ടവോ യുവാം ദൈത്യഗതിയും ഭജേതം. അത് കൊടുത്ത ശാപമാണ്. കഷ്ടവോ യുവാം, യുവാന്ന് വെച്ചാൽ ഇവിടെ 2 പേരും, ഈ ദുഷ്ടന്മാരായ നിങ്ങൾ 2 പേരും ദൈത്യഗതിയും ഭജേതം, അസുരവൃത്തിക്ക് പൊക്കോട്ടെ, അസുരന്മാരായി പൊക്കോട്ടെ. ദൈത്യഗതിയും, അസുരന്മാരുടെ അവസ്ഥയെ പ്രാപിക്കട്ടെ എന്ന് ഈ സനകാദികൾ ശപിച്ചു എന്ന് പറയുകയാണ് ഇവരെ 2 പേരെയും. ഇതി പ്രശപ്തവും എന്ന് പറയുന്നുണ്ടല്ലോ. പ്രകാരം ശപിക്കപ്പെട്ട ഭവതാശ്രയവും തൗ. തൗ എന്ന് വെച്ചാൽ 2 പേരും, അങ്ങയുടെ ആശ്രിതന്മാരായി 2 പേരും ഭഗവാന്റെ കാവൽക്കാരായിരുന്നല്ലോ. ഭവതാശ്രിതവും ആശ്രയവും തൗ. അവർ പറഞ്ഞ ഒരു വാക്കാണ് ഹരിസ്മൃതിർ നാസ്തു ഇതി. ഞങ്ങൾക്ക് ഏത് ജന്മം കിട്ടിയാലും വേണ്ടിയില്ല, ഹരിയുടെ സ്മരണം മതി, ഭഗവാന്റെ സ്മരണ എന്നും നിങ്ങൾക്ക് നിന്നാൽ മതി എന്ന് ഇവര് ഈ മുനിമാരോട് പറഞ്ഞു എന്ന് പറയാണ്. ഹരിസ്മൃതിർ നഹ ന എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞങ്ങൾക്ക്, അസ്തു ഇതി ഉണ്ടാകട്ടെ എന്ന്. എന്നിട്ട് താൻ നേമതു, അവരെ നമസ്കരിക്കുകയാണ് ചെയ്തത്. ഈ ജയവിജയന്മാര് ഈ സനകാദികളെ നമസ്കരിച്ചു. തന്നെ ശപിച്ചവരെ നമസ്കരിക്കുക. പക്ഷെ ഒരേ ഒരു കാര്യം പറഞ്ഞ്, ഞങ്ങൾക്ക് ഭഗവാന്റെ സ്മരണ ഉണ്ടാകണം. തതേതജ്ഞായ ഭവാനവാപ്ത. ഇതറിഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരികയാണ്. ഭവാൻ അവാപ്ത സഹൈവ ലക്ഷ്മിയാ ബഹിരംബുജാക്ഷ. ലക്ഷ്മിയാ സഹ, ലക്ഷ്മിയോടൊത്ത് ഭഗവാൻ ബഹിർ എന്താണ് ആപ്ത, പുറത്ത് വന്നു. അംബുജാക്ഷൻ ഭഗവാൻ. ഖഗേശ്വര അംസാർപ്പിതചാരുബാഹു. ഖഗേശ്വരൻ എന്ന് വെച്ചാൽ ഗരുഡൻ. ഗരുഡന്റെ അംസം എന്ന് വെച്ചാൽ ചുമൽ, തോളിൽ അർപ്പിതമായ ബാഹുക്കളോടുകൂടി. ഭഗവാൻ ബലത്തിൽ സഞ്ചരിക്കുമ്പോൾ പിടിക്കണ്ടേ എവിടെങ്കിലും. അതുകൊണ്ട് ആ ഗരുഡന്റെ ആ തോളിൽ കൈവച്ചിട്ട് അനന്തയം സ്ഥാൻ, താൻ ആനന്ദയൻ, അവരെ ആനന്ദിപ്പിച്ചുകൊണ്ട്. എങ്ങനെ ആനന്ദിപ്പിക്കുന്ന? അഭിരാമമൂർത്തി അതിൻ്റെ ആ മനോഹരമായ വേഷം കൊണ്ട് ഇവരെയൊക്കെ ആനന്ദിപ്പിച്ചു. അതായത് ജയവിജയന്മാരും സനകാദികളും പിന്നെ അവിടെ കൂടെ നിന്നവരെല്ലാം ആനന്ദിച്ചു എന്ന് പറയാണ്. പ്രസാദ്യ ഗീർഭിർസ്തുപദോ മുനീന്ദ്രൻ. പ്രസാദ്യ ഗീർഭിർ, ഇതേ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വള്ളത്തോളിന്റെ കവിത ഉണ്ടല്ലോ, അതിൽ രാധയും കൃഷ്ണനുമാ വരുന്നത്. ഈ സമയത്ത് രാധയും കൃഷ്ണനും അവിടെയും പറയുന്നുണ്ട്. അവർ പറയുമ്പോഴത്തേക്ക് വള്ളത്തോൾ പറയുന്നതാണ്, ഈ യുവാവിവൻ കൈക്കു പിടിച്ച തന്നിയോ
സുവാസിതാശാദട ചമ്പകാംഗിയാൾ നവാദബോധ്യൻ നളിനാസ്യയാൾ നറും പ്രവാള നേർപ്പട്ടുടയാടവുണ്ടവൾ. രാധയെ വർണ്ണിക്കുകയാണ് അല്ലേ? അതൊരു കൃഷ്ണനെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? പലാഹകശ്യാമള കോമളാംഗനീ വിലാസി വിദ്യുത്സമഡംബരംബരൻ സുലാല്യ വേണുജ്വലപാണി പല്ലവൻ കലാപിബർഹാങ്കിത കമ്രകുന്തളൻ. കൃഷ്ണന്റെ മനോഹരമായ ഒരു വർണ്ണനയാണ് വള്ളത്തോളിന്റെ. പലാഹക ശ്യാമള കോമളാംഗൻ. പലാഹം എന്ന് വെച്ചാൽ മേഘം, കാർമേഘം പോലെ കോമളമായ ശരീരത്തോടുകൂടി ആ വർണ്ണന. പലാഹക ശ്യാമള കോമളാംഗൻ ഈ വിലാസി വിദ്യുത്സമഡംബരംബരൻ. വിദ്യുൽ എന്ന് വെച്ചാൽ മഴമിന്നൽ. ആ മഴമിന്നലിന്റെ മഞ്ഞ നിറം ഉണ്ടല്ലോ, അതുപോലെയുള്ള പട്ടുടുത്തവൻ. അതാണ് പലാഹക ശ്യാമള കോമളാംഗനീ വിലാസി വിദ്യുത്സമഡംബരംബരൻ സുലാല്യ വേണുജ്വല പാണി പല്ലവൻ. ആ ഉജ്ജ്വലമായ വേണു തൻ്റെ ആ കൈത്തലത്തിൽ പിടിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആ വർണ്ണന അതിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഭാഗവതത്തിൽ ആ നല്ല വർണ്ണന കൊടുത്തിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും, മഹാലക്ഷ്മിയുടെയും കൊടുത്തിട്ടുണ്ട്, ആരുടെയാ ഗുരുവായൂരപ്പൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും കൊടുത്തിട്ടുണ്ട്. 6ാമത്തെ ശ്ലോകം. പ്രസാദ്യഗീർഭിർസ്തുവതോ മുനീന്ദ്രാൻ. ആ മുനീന്ദ്രന്മാരെ അവര് നല്ല സ്തോത്രം ചെയ്ത് നിൽക്കുകയാണേ. അവരെ പ്രസാദിപ്പിച്ചു എന്ന് പറയാണ്. അവരനന്യനാഥവുമാണ്. വേറൊരു നാഥൻ അവർക്ക് ഇല്ല. ഭഗവാൻ തന്നെ നാഥനായിട്ട് അവര് സർവവും അർപ്പിച്ച് നിൽക്കുകയാണ്. അവരെന്ത് ചെയ്യും അല്ലേ? ഉടൻ തന്നെ അവരെയും വേണ്ടേ? അതാണ് അനന്യനാഥവത പാർഷദൗ തൗ. 2 പാർഷദന്മാരും വേറെ ആരും ആശ്രയമില്ലാത്തവരായി നിൽക്കുന്ന കണ്ടിട്ട് ഭഗവാൻ കരുണാമയനായിട്ട് അവർക്ക് കൊടുക്കുന്ന ആ ഒരു വരമാണ് എന്താണ്? സംരംഭയോഗേന ത്രിഭിർ. 3 ത്രിഭിർ അല്ല ഭവൈർ ത്രിഭിർ. ഭവം എന്ന് വെച്ചാൽ ജന്മം. 3 ജന്മങ്ങളെ കൊണ്ട് നിങ്ങൾ ഈ സംരംഭയോഗം കൊണ്ട് എന്നിൽ എത്തിച്ചോളാൻ. സംരംഭം എന്ന് പറയുന്നത് ഒരു പ്രത്യേക യോഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? വിദ്വേഷം. ഈ 3 ജന്മത്തിൽ ഇവർക്ക് ഭഗവാനോട് വിദ്വേഷമാണ്. ആ വിദ്വേഷം കൊണ്ട് നിങ്ങൾ എന്നിൽ എത്തിച്ചോളൂ. കാരണം വിദ്വേഷം നിൽക്കുമ്പോൾ സർവ്വസമയവും ഭഗവാന്റെ സ്മരണ നിൽക്കും. അതാണല്ലോ അവർ ആവശ്യപ്പെട്ടത്. ഭഗവാന്റെ സ്മരണ എപ്പോഴും ഞങ്ങൾക്ക് വേണം എന്ന് വെച്ചാൽ ഈ വിദ്വേഷം ശത്രുവിനോടെല്ലാം സ്മരണയാണ് അല്ലേ? നമ്മുടെ കൂട്ടുകാരോടും സുഹൃത്തുക്കളോടൊന്നും അത്ര വലിയ സ്മരണം കാണത്തില്ല. പക്ഷെ ഒരു ശത്രുവാണെങ്കിൽ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. സംരംഭയോഗേന ഭവൈർത്രിഭിർ മാമുപേതമിത്യാത്മകൃപം നഗാതി. ഭഗവാന് കരുണയല്ലേ ഉള്ളൂ എല്ലാവരോടെയും. ആർക്കെങ്കിലും ഭഗവാന് ദേഷ്യമുണ്ടോ? ഇല്ലേ? ഗീത തന്നെ പറയത്തില്ലേ? നമേ ദേഷ്യോസ്തി ന പ്രിയ. എനിക്ക് ആരോടെ ഒരു ദേഷ്യവും ഇല്ല, പ്രിയവും ഇല്ല. ഏ ഭജന്തി തുമാം ഭക്തിയ മയി തേ തേഷു ചാപ്യഹം. അതാണ് ഭഗവാന്റെ പ്രത്യേകത. ആരെന്നെ ഭക്തിയോടുകൂടി ഭജിക്കുന്നോ അവരിൽ ഞാനുണ്ട്, ഞാൻ അവരിലും. ഇതേ ഉള്ളൂ ഭഗവാന്. അതേ എൻ്റെ അർത്ഥം. അല്ലാതെ ഭഗവാൻ ആരോടെയും പ്രത്യേകിച്ച് ചിലരൊക്കെ പറയും ഞാൻ ഗുരുവായൂരപ്പൻ്റെ ആളാണ്. അങ്ങനെ ഭഗവാനൊരു പ്രത്യേകതയൊന്നുമില്ല. അത് വ്യക്തമായിട്ട് പറയുക. നമേ ദേഷ്യോസ്തി ന പ്രിയ. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാന് പിന്നെ ആരോടെങ്കിലും പ്രത്യേകത വരാൻ പറ്റുമോ? നമ്മുടെ ഈ കോപവും എല്ലാ ഭാവങ്ങളും ഭഗവാനിൽ നിന്നല്ലേ ഉണ്ടായി വരുന്നത്. എല്ലാത്തിൻ്റെയും സൃഷ്ടി ഭഗവാനായിരിക്കുമ്പം ഭഗവാൻ വേറെങ്കിലും പ്രിയോ ഉണ്ടോ? പക്ഷേ ഭജന്തി തുമാം ഭക്തിയ. ആരാണോ എന്നെ ഭക്തിയോടുകൂടി ഭജിക്കുന്നത് അവരിൽ ഞാനുണ്ട്, ഞാൻ അവരിലുമുണ്ട്. അതാണ് യഥാമാം പ്രപദ്യന്തേ താം തദൈവ ഭജാമ്യഹോ എന്നൊക്കെ ഭഗവാൻ പറയുന്നത്. ആരെങ്ങനെ എന്നെ ഭജിക്കുന്നു അവരെ ഞാൻ അതുപോലെ അനുഗ്രഹിക്കും. എനിക്കതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി പോകുമ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റിക്ക് പിന്നെ കറക്കൽ ഫാനിൻ്റോടല്ലോ പ്രത്യേകതയുണ്ടോ? ലൈറ്റിനോടല്ലോ പ്രത്യേകതയുണ്ടോ? ഏത് ഉപാധിയിൽ കൂടി അത് പോയാലും അതിൻ്റെതായ ഉപാധിയിൽ കൂടി അത് പുറത്തു വരും. അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഒരു ദുഷ്ടപ്രവൃത്തി ചെയ്യണമെങ്കിലും ഭഗവാനിൽ കൂടി അത് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് കിടക്കുന്നത് കൊണ്ട് ഭഗവാൻ അത് പ്രകാശിപ്പിക്കും. അതാ യഥമാം പ്രപദ്യന്തേ താം തദൈവ ഭജാമ്യഹം എന്ന് പറയുന്നത്. അതൊക്കെ ഇച്ചിരി വിശാലമായ മനസ്സിലാക്കേണ്ട അർത്ഥത്തിലുള്ള പ്രയോഗങ്ങളാണ് ഗീതയില്. ത്വദീയ ഭൃത്യാവത കാശ്യപാത്തവോ സുരാരി വീരാവുദിതൗ. ദിതിയാണ് കശ്യപ പ്രജാപതിയുടെ ഭാര്യ. ആ 2 പേരും ഈ ദിതിയിൽ കശ്യപ മഹർഷിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായ ദിതിയിൽ ഉണ്ടായി എന്ന് പറയാണ്. ഉദിതവും അടുത്ത ജന്മം പറയുകയാണേ. അത് സന്ധ്യാസമുൽപാദന കഷ്ടജ്യേഷ്ഠവും. അത് സന്ധ്യ സമയത്താണ് ഇവർ തമ്മിൽ സംയോഗം നടന്നതുകൊണ്ട് അതിൻ്റെ ഒരു അനന്തര ഫലമായിട്ടാണ് ഇവർ 2 പേരും ജനിച്ചതായിട്ട് പറയും. യമൗച ലോകസ്യ. യമാവി ഈ ലോകത്ത് 2 ഇതര കാലന്മാരെ പോലെ. ഒരു കാലൻ ഉണ്ടല്ലോ നമ്മളെല്ലാം എടുക്കുന്നത്, അല്ലാത്ത 2 കാലന്മാർ. അവരുടെ ആ ഭീകര സ്വഭാവം പറയാൻ വേണ്ടി അവരെ കാലന്മാരായിട്ട് പറഞ്ഞതേ ഉള്ളേ. അതാണ് യമൗച ലോകസ്യ യമൗ ഇവ അന്യവും യമവും.
മറ്റ് രണ്ട് കാലന്മാരെ പോലെ. അതാണ് 7ാമത്തെ ശ്ലോകം. 8 നമ്മുടെ സമയം പോകുന്നതുകൊണ്ട് എളുപ്പം പറയാം. ഹിരണ്യപൂർവ കശുപുർക്കിലൈക. ഒരുത്തൻ ഹിരണ്യപൂർവ കശുപു എന്ന് വെച്ചാൽ ഹിരണ്യകശുപു, ഹിരണ്യ ആദ്യം ഉള്ളത് ഹിരണ്യകശുപു. രണ്ടാമത്തവൻ പരഹ എന്ന് വെച്ചാൽ അന്യൻ, ഹിരണ്യാക്ഷ ഇതി പ്രതീത. ഹിരണ്യാക്ഷൻ എന്ന് പ്രസിദ്ധൻ. ഒരുത്തൻ ഹിരണ്യകശുപു, അടുത്തവൻ ഹിരണ്യാക്ഷൻ. ഉപവു ഭവന്നാഥമശേഷ ലോകം. അവർ രണ്ടുപേരും രണ്ടുപേരും അങ്ങ് ലോകനാഥനായിരിക്കുന്ന ഈ ലോകത്തെ, അങ്ങാണ് ഈ ലോകത്തിന്റെ ആശ്രയം എന്നവർക്ക് അറിയുന്നില്ല. അവരിതിനെ ദ്രോഹിക്കാൻ തുടങ്ങി. അതിന്റെ കാരണം പറയുന്നത് എന്താണ്? നിജവാസനവും സ്വന്തം വാസന കൊണ്ട് അന്ധൻ. എന്താണ് കിലയിക? എന്തോ കില ഏക കില എന്ന് വെച്ചാൽ ഒരുത്തൻ അല്ലോ, ഏക. അതാണ് കില ഏക. ഈ രണ്ടുപേരുണ്ടല്ലോ, അതിൽ ഒരുത്തൻ, അതായത് ഏക. കില എന്നുള്ള അവസാനം പ്രതീത കില, അങ്ങനെ പ്രസിദ്ധന്മാരാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ. കില എന്ന് വെച്ചാൽ അല്ല, ഈ വൃത്തപൂരണത്തിന് പ്രയോഗിക്കുന്നത് അത് അല്ലോ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അതാണ് തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായധാവൻ അനവാപ്ത വൈരി. അത് നമ്മൾ പറഞ്ഞല്ലോ. ഇയാൾക്ക് യുദ്ധം ചെയ്യണം, അതുകൊണ്ട് എല്ലായിടത്തും ഓടി നടക്കുക, യുദ്ധം ചെയ്യാൻ. പക്ഷെ ഈ ശത്രുവിനെ കിട്ടുന്നില്ല. അനവാപ്ത വൈരി ഭവത്പ്രിയാം ക്ഷമാം സലിലേ നിമജ്യ. അങ്ങയുടെ പ്രിയായിരിക്കുന്ന ആ ഭൂമിയെ പിടിച്ച് വെള്ളത്തിൽ മുക്കി നിമജ്യ. എന്നിട്ട് ഗർവാദ് വിനതൻ ചചാര. അഹങ്കാരിയായിട്ട് അട്ടഹസിച്ച് അവിടെ എല്ലാം സഞ്ചരിച്ചു, ഒരു ഗദയും പിടിച്ചുകൊണ്ട് യുദ്ധസന്നദ്ധനായിട്ട്. 10ാമത്തെ ശ്ലോകം. തതോ ജലേശാ സദൃശം ഭവന്തം. അങ്ങനെ ഓടി നടന്നപ്പോഴാണ് പാവം വരുണനെ കണ്ടത്. വരുണൻ വലിയ ശക്തിമാനാണെന്ന് വിചാരിച്ചാൽ ഓടി സമുദ്രത്തിൽ ചെന്ന്. അപ്പോഴത്തേക്ക് വരുണൻ ഓടി വന്ന് പറഞ്ഞ്, ഞാൻ ഇതിനൊന്നും ശരിയാവത്തില്ല, നിന്നോട് എതിർക്കാനൊന്നും എനിക്ക് കഴിവില്ല. നിനക്ക് പറ്റിയ സദൃശനായിട്ട് ഒരാളുണ്ട്, മഹാവിഷ്ണു തന്നെ ഉണ്ട്. അതാണ് സദൃശം ഭവന്തം നിശമ്യ. അങ്ങയെ സദൃശനായി കേട്ടിട്ട് ഗവേഷയൻ ത്വാം ഗവേഷയൻ, അങ്ങയെ അന്വേഷിച്ചു. ഭഗവാനെ അന്വേഷിച്ച് നടക്കുക. പക്ഷെ ഭഗവാനെ അന്വേഷിച്ചാൽ കിട്ടുമോ? ഭക്തൈക ദൃശ്യൻ. ഭക്തന്മാർക്ക് മാത്രം ദൃശ്യനായിരിക്കുന്നവനാണ് ഭഗവാൻ. അല്ലാത്തവരെ എത്ര ശ്രമിച്ചാലും കിട്ടത്തില്ല. എന്നിട്ട് ഇയാളും ഇനി ഭക്തനായിട്ട് വരണം. ദ്വേഷഭക്തി മതി. ദ്വേഷഭക്തി ഉണ്ടാവുമ്പോൾ ഭഗവാൻ ദൃശ്യനാവും. അതാണ് ഭക്തൈക ദൃശ്യ കൃപാനിധേ ലയോ കൃപാനിധേ ത്വം നിരുന്തിരോഗാൻ മാരുതാലേശ. സംശയം വല്ല ഉണ്ടോ ഇനി? ആർക്കും ഒന്നുമില്ലല്ലേ? കേൾക്കാമോ? നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇന്നത്തെ ക്ലാസ് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയാത്മാ വിനശ്യതി എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അതുകൊണ്ട് സംശയം വെച്ചോണ്ടിരിക്കരുത്, എല്ലാം ചോദിക്കാം. അറിയാമെങ്കിൽ പറയാം. 6ാമത്തെ ശ്ലോകത്തിലുണ്ടല്ലോ, 6 പ്രസാദ്യ ഗീർബിർന്നുണ്ടാ? ഗീർഭി എന്ന് പറഞ്ഞാൽ ഗീരെന്ന് വെച്ചാൽ വാക്കാ. വാക്കുകളാൽ പ്രസാദിപ്പിച്ചിട്ട് ഭഗവാന്റെ ആ വാക്കുകളുണ്ടല്ലോ, ഭഗവാന്റെ വാണി, ആ വാക്കുകളാൽ ഇവരെ പ്രസാദിപ്പിച്ചു, സന്തുഷ്ടരാക്കി. ആരെയാ? ഇവര് സ്തുതിച്ചോണ്ട് നിൽക്കുകയാണ്. സനകാദികള് ഭഗവാന്റെ മുമ്പിൽ സ്തുതിച്ചോണ്ട് നിൽക്കുകയാണേ. എന്നിട്ട് അവരെ പ്രസാദിപ്പിച്ചു. പുസ്തകത്തിൽ ഗീർബിർന്നുണ്ടോ? ഗീർഭി എന്നാണ് വിസർഗം. ചൊല്ലുമ്പോ ഗീർഭി എന്ന് പറഞ്ഞാൽ മതി. ഗീരാണ് വാക്ക്. വിഭക്തി വരുമ്പോഴാണ് ഗീർഭി വരുന്നത്. ഈ വാക്കുകളാൽ 9ാമത്തെ ഇതിലെ ഭവത് പ്രിയാം ക്ഷമാം എന്നല്ല, ഇതിന് ക്ഷമാം എന്നാണ് നമ്മുടെ ഇതിൽ. ക്ഷമാം ഭൂമിയുടെ പര്യായമല്ലേ ക്ഷമ. ക്ഷമ എന്ന് പറയരുത്, വേണം ക്ഷമ. ഉച്ചരിക്കുമ്പോ ശ്രദ്ധിച്ചാൽ മതി. ക്ഷമ ഭവത്പ്രിയാം അതുകൊണ്ടാ എന്തോ ക്ഷമ അത് ഉച്ചരിക്കുന്നതാണ്. ക്ഷമ ഭൂമിയാ. ക്ഷമയെന്ന് നമ്മൾ പറയത്തില്ലേ? ഭൂമിക്കുള്ള ക്ഷമ, ഭൂമിയുടെ പര്യായമാണ് ക്ഷമ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നന്നായിട്ട് മനസ്സിലായി. എന്തോ ഭഗവത്പ്രിയാം ക്ഷമാം, അതോ ക്ഷമാം എന്നോ വായിക്കുന്നത്, ക്ഷമാം എന്നാ വായിക്കുന്നത്? ക്ഷമ നമ്മളെ ഉച്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് ഉച്ചരിക്കുക, അതേ പറ്റൂ. പക്ഷെ ആ പര്യായമാണത്. ഭൂമിദേവി എന്നാണ് അതിന്റെ അർത്ഥം. ഭവത്പ്രിയാം ക്ഷമാം, അങ്ങയുടെ പ്രിയയായിരിക്കുന്ന ഭൂമി. നമ്മുടെ ഉച്ചാരണം അനുസരിച്ച് അങ്ങ് ചൊല്ലിയാൽ മതി. എല്ലാവർക്കും ഒരുപോലൊന്നും ചിലപ്പം വരുത്തില്ല. അതിന്റെ അർത്ഥം ക്ഷമ എന്ന ഭൂമിയാ. പറ്റാത്ത രീതി നല്ലോണം ഉച്ചരിക്കാൻ പറ്റിയാൽ നല്ലത്. അർത്ഥം അറിഞ്ഞ് ചൊല്ലുക എന്നുള്ളതാണ് സ്തോത്രമേ. നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ശരി സാർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ.